ये आम आदमी की सभा है। आज एक बहुत ही ऐतिहासिक दिन है, लेकिन इस बार दिल्ली विधानसभा के चुनाव में दिल्ली के लोगों ने दिखा दिया कि ईमानदारी से भी राजनीति की जा सकती है, ईमानदारी से चुनाव लड़े जा सकते हैं और ईमानदारी से चुनाव जीते जा सकते हैं। दोस्तों, 2013 ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. BJPക്ക് 31, ആം ആദ്മിക്ക് 28. രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസിന്റെ കൈപിടിച്ചുണ്ടാക്കിയ സർക്കാർ. ഡൽഹിയിൽ ആം ആദ്മി അധികാരത്തിൽ. കേജ്രിവാളിന്റെ മുഖ്യമന്ത്രി പദത്തിന് പക്ഷേ 49 ദിവസത്തെ ആയുസ്. രാഷ്ട്രപതി ഭരണത്തിന് ശേഷം ജനം കയ്യിൽ വെച്ചു കൊടുത്തത് 67 സീറ്റ്. മുച്ചക്ര വാഹനത്തിൽ പോയാൽ മതി BJP അംഗങ്ങൾക്കെന്ന രാഷ്ട്രീയ പരിഹാസം. രാംലീല മൈതാനിയിൽ തങ്ങളിൽ ഒരാൾ, ഒരു ആം ആദ്മി അധികാരമേറുന്നത് കാണാൻ തൊപ്പിയും ചൂലുമായി എത്തിയ രാഷ്ട്രീയം മടുത്ത ജനത്തോട് കേജ്രിവാൾ പിന്നീടൊരിക്കൽ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികളുടെ അഹങ്കാരം ഇല്ലാതാക്കാനാണ് നാം സംഘടിച്ചത്. മറ്റൊരു പാർട്ടിയും നമ്മളെ തകർക്കാൻ ജന്മമെടുക്കേണ്ടതില്ല എന്ന് നമ്മൾ സൂക്ഷിക്കണമെന്ന്. അന്ന് കയ്യിൽ വെച്ചു കൊടുത്ത അധികാരം ഡൽഹി ജനത തിരിച്ചെടുത്തിരിക്കുന്നു. അന്നും പിന്നെയും ഇപ്പോഴും അപ്പോഴും പൂജ്യത്തിൽ നിന്ന് കരകയറാനാകാതെ കോൺഗ്രസ് കാഴ്ചക്കാരാവുകയും ചെയ്യുന്നു. ഡൽഹി ദംഗലിൽ ആപ്പിനെ മോദി മലർത്തിയടിച്ചു. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJPയിൽ നിന്ന്, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസിൽ നിന്ന്, ശ്രീമതി റീത്ത ബെഞ്ചമിൻ ആം ആദ്മി പാർട്ടിയിൽ നിന്ന്, ഡോക്ടർ ബി ബാലഗോപാൽ മാതൃഭൂമിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ആസ്ഥാനത്ത് അണികളെ ആവേശഭരിതരാക്കി ഏറെ നേരം നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയം നേടിക്കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി പതിവ് പോലെ കീഴ്വഴക്കമെന്നതുപോലെ പാർട്ടി ആസ്ഥാനത്ത് കൃത്യമായി അണികളെ കാണാറുണ്ട്. ദീർഘമായ രാഷ്ട്രീയ പ്രസംഗം നടത്താറുണ്ട്. ഇന്ന് അതിന് ആവർത്തനം ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായും BJPക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അഭിമാനാർഹമായ ഒരു ദിവസമാണ്. നരേന്ദ്രമോദി മോദി ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറയുകയുമാണ്. വിശദമായ ചർച്ചയിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കേൾക്കാമോ? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, തുടർച്ച നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതെ രാഷ്ട്രീയ വിമർശനം നിങ്ങളുടെ വീഴ്ചയായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ ഏറ്റവും അവസാനം ഡൽഹി വരെയും സാധിച്ചിരിക്കുന്നു. മോദി ഗ്യാരണ്ടി എന്ന് നിങ്ങൾ വീണ്ടും ഉറക്കെ പറയുകയാണോ? ഞങ്ങൾ ഉറക്കെ പറയുകയല്ല, ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുപോട്ടെ, അതിനൊക്കെ ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് നിങ്ങളുടെ അഭിലാഷ് മോഹൻ എവിടെ പോയി? അഭിലാഷ് മോഹനോട് അന്വേഷണം പറയാതെ ഒരു ചർച്ചയിലും പങ്കെടുക്കില്ല എന്നാണോ? ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. സാരമില്ല, ഒന്ന് പറഞ്ഞാൽ മതി മാധു, എൻ്റെ അന്വേഷണം ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണുന്നതും ഡൽഹി തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് അഥവാ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട 2 മണ്ഡലത്തിലെ വിധികളാണ്. അതിലൊന്ന് രാമക്ഷേത്രം നിലനിൽക്കുന്ന മിൽക്കിപ്പൂരാണ്. അത് ഇന്നത്തെ കേരളത്തിലെ പല മാധ്യമങ്ങളും വേണ്ടത്ര രീതിയിൽ അതിനെ ഉയർത്തി കാണിച്ചിട്ടില്ല. അത് മിൽക്കിപ്പൂർ വളരെ ഗൗരവമായി കാണേണ്ടതായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ്. കാരണം കഴിഞ്ഞ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളോട്, ഞങ്ങളോടൊക്കെ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാധ്യമ സിംഹണികളും എല്ലാം ചോദിച്ച ചോദ്യമാണ്. ഫൈസാബാദിലെ വിജയത്തിന് നിങ്ങൾ മധുര പ്രതികാരം തീർത്തിരിക്കുന്നു. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മോദി ഗ്യാരണ്ടി എന്നുള്ളത് കൂടുതൽ പറയട്ടപ്പാ, ഒന്ന് പറയാനൊരു അല്ല, ഇന്നെങ്കിലും ഒന്ന് പറയാൻ അനുവദിക്കേ. സാധാരണ അനുവദിക്കാറില്ലല്ലോ, ഇന്നൊന്ന് അനുവദിക്കേ. അപ്പോൾ ആ മിൽക്കിപ്പൂരിലെ വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാമക്ഷേത്രം നിലനിൽക്കുന്ന മിൽക്കിപ്പൂരിലെ വിജയം അതിശക്തമായ തിരിച്ചടിയുടെ, അതിശക്തമായ പ്രതികാരത്തിൻ്റെ, അതിശക്തമായ ഭാരതത്തിൻ്റെ ധാർമ്മിക ചേതനയുടെ വിജയമായിട്ട് കാണുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് BJPയെ എപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിൽ BJPയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും എപ്പോഴും പറയുന്നതാണ് ന്യൂനപക്ഷം, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ് BJP. പക്ഷേ ഡൽഹിയിലെ മുസ്താഫാബാദ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഡൽഹിയിലെ
മണ്ഡലത്തിൽ ഏതാണ്ട് 17,578 വോട്ടിന് BJP വിജയിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്, മുസ്തഫാബാദ് മാത്രമല്ല, അവിടെ നിന്ന് നോക്കിയാൽ കൾവാർ നഗർ, തിമാർപൂർ, ജോതാസ് നഗർ, ഖോണ്ട തുടങ്ങി മുസ്ലിം ഭൂരിപക്ഷ മജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസികളിലെല്ലാം 7-ൽ 6 നിങ്ങൾ നേടി. 7-ൽ 6 നിങ്ങൾ നേടി. അതിന് അതെ, മാത്രമല്ല ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെന്ന് ഈ ഇന്നത്തെ ദിവസം ഇവിടുന്ന് ഒരു നിമിഷം അതിലൊഴിപ്പിച്ചുകൊണ്ട് അത് ചാന്ദിനി ചൗക്ക്, മാറ്റ്യ മഹൽ, ബാബർപൂർ, സിംലാപൂർ, ഓഖ്ല, ബല്ലിമാരൻ എന്നിവിടങ്ങളാണ്. മുസ്തഫാബാദ് ആം ആദ്മിക്കൊപ്പമാണ് എന്നാണ്. ആം ആദ്മിക്കൊപ്പമാണ്. അല്ല, എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അത് തെറ്റാണ്. അതെന്തെങ്കിലും ആകട്ടെ, കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, മാധുവിനെ അല്ല പറയുന്നത്, പക്ഷെ കേരളത്തിലെ കുറേ എന്താ പറയുക BJP വിരുദ്ധരായിട്ടുള്ള മാധ്യമ സിംഹങ്ങൾ അങ്ങ് ഡൽഹി പോയിട്ട് അവിടുത്തെ മലയാളികളെ തരികിട പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു. കേരളത്തിലെ മലയാളികളെ ഏതെല്ലാം തരത്തിലാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ ഡൽഹിയിൽ പോയിട്ട് മലയാളികളെ പറ്റിക്കാൻ നോക്കി. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മയൂർ വിഹാറിലടക്കം BJP തോറ്റുപോകും, ആപ്പ് ജയിക്കുമെന്നവർ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചവർ വൈകുന്നേരത്തെ മാധ്യമ സിംഹങ്ങളെ ഞാൻ കണ്ടില്ല. ബി ഗോപാലകൃഷ്ണൻ അതിലൊരു ക്ലാരിറ്റി വരുത്തി പോകേണ്ടതുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് മുസ്തഫാബാദ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയം. മുസ്ലിം മേഖലകളിൽ ആം ആദ്മി പാർട്ടി തന്നെയാണ് ഉന്നതമായ വിജയം കൈവരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മുസ്തഫാബാദ് എന്ന് പറയുന്നത് മുസ്തഫാബാദും കർവാൾ നഗറും തിമാർപൂറും ജോതാസ് നഗറും ഖോണ്ടയും എന്നാണ്. അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ്. അങ്ങേക്ക് മറിച്ചുള്ള വാർത്തകൾ ഉണ്ടെങ്കിൽ തിരുത്തുകയും ആകാം, പറഞ്ഞോളൂ. അല്ല, എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എന്തായാലും അതായത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലങ്ങൾ, ഞാൻ മയൂർ വിഹാറിന്റെ RK പുരം ഒക്കെ പറഞ്ഞു, അവിടെയൊക്കെ പോയിട്ട് BJP തോക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾ ഒക്കെ പല്ലുകൊഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നല്ല കവളം മടലും വെട്ടി ഡൽഹിക്കാരെ ഓടിക്കാൻ സാഹചര്യമുണ്ട്. പലരും തിരിച്ചു പോന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ BJPയോട് ഇങ്ങനെ വിരോധം കാണിക്കുന്നത്? ഇപ്പം BJP ഡൽഹിയും പിടിച്ചെടുത്തു. നരേന്ദ്രമോദി എന്ന് പറയുന്ന അഴിമതിയില്ലാത്ത, കളങ്കമില്ലാത്ത ഭാരതത്തെ അതിൻ്റെ യശസ്സോട് കൂടിയിട്ട് ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ജനങ്ങൾ വിശ്വസിക്കുന്നത് അഴിമതിയില്ലാത്ത ഭരണത്തെയാണ്. അതുകൊണ്ട് അഴിമതിയില്ലാത്ത ഭരണം പറഞ്ഞിട്ടാണ് ആപ്പ് അധികാരത്തിൽ വന്നത്. അതുകൊണ്ടാണല്ലോ അണ്ണാ ഹസാരെയാണ് വാസ്തവത്തിൽ ആപ്പിന് ആ കൃത്യമായിട്ടുള്ള ഒരു അതിൻ്റെ ഫോർമേഷൻ്റെ ബേസ് ആയിരുന്നത്. ആ ഫോർമേഷൻ്റെ ബേസ് ആയിരുന്ന അണ്ണാ ഹസാരെയുടെ ഉച്ചക്കലത്തെ പ്രസ്താവന മാതൃഭൂമിയാണല്ലോ വെളിയിൽ വിട്ടത്. ഞാൻ കണ്ടത് മാതൃഭൂമിയിലാണ്. അണ്ണാ ഹസാരെ എന്താ പറഞ്ഞത്? പണത്തിലും അതുപോലെ തന്നെ പ്രശസ്തിയിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം മുങ്ങിപ്പോയി കെജ്രിവാൾ. മുങ്ങിപ്പോയി. പണം, പ്രശസ്തി, അതുപോലെ ചില സ്വാധീനം, മദ്യം, അതിലൊക്കെ ഈ സർക്കാർ മുങ്ങിപ്പോയി. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബി ഗോപാലകൃഷ്ണൻ ആദ്യമായിട്ടല്ല അരവിന്ദ് കെജ്രിവാളിനെയോ ആ സർക്കാരിനെയോ അണ്ണാ ഹസാരെ തള്ളി പറയുന്നത്. പിന്നെ അണ്ണാ ഹസാരെ എന്ന് പറയുന്നത്, അണ്ണാ ഹസാരെ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം അത് BJPയോടും RSSനോടും ചേർന്നുകൊണ്ടാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന വിമർശനം പിന്നീട് പലതവണ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. AAPയുടെ പതനത്തിന് BJP തന്നെ കാരണമാകുന്നത് പോലും ഒരു കാവ്യനീതി എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷമൊക്കെ കാണുന്നത്. അല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ പറയും RSSന്റെ സമാന്തര സംഘടനയാണ് ആപ്പെന്നും RSS ആണ്. അതെ, കേരളത്തിലെ മാധ്യമങ്ങൾ എന്തും പറയുമല്ലോ. ആപ്പ് ജയിച്ചാൽ പറയും BJP തകർന്നു. അല്ലല്ല, ആപ്പ് ജയിച്ചാൽ പറയും BJP തകർന്നു. ആപ്പ് തോറ്റാൽ പറയും അത് നിങ്ങളുടെ സംഘടന തന്നെയല്ലേന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ പോയി ഇന്ത്യ സഖ്യം? ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ഇല്ലാതായി. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്തുമാത്രമായിരുന്നു പ്രചാരം. ആ ഇടതിൻ്റെ സ്ഥിതി കേട്ടാൽ അയ്യോ മൂക്കത്ത് വിരൽ വെക്കും.
ഒരു 500 വോട്ടെങ്കിലും കിട്ടിയ നോട്ടയ്ക്ക് പിന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു പ്രസക്തി എന്താ? ഇന്ദ്രപ്രസ്ഥത്തിലടക്കം നോർത്ത് ഇന്ത്യയിൽ ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ കരാട്ടും കൂട്ടർ കുറെ കൊല്ലമായല്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട്. അവരാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രധാനപ്പെട്ട നാഡീ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് നോട്ടയ്ക്ക് പിന്നിൽ മത്സരിക്കേണ്ട ഗതികേട് വരിക. ആത്മവിശ്വാസത്തിന് കൃത്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങ് കുറച്ചു മുമ്പ് അങ്ങയുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്താണ്. ഞാൻ മറ്റതിലേക്ക് പോയി വരട്ടെ. ഇതിന്റെ തുടക്കത്തിലുണ്ടായ ഒരു കൺഫ്യൂഷൻ എന്നോടും ക്ഷമിക്കേണ്ടതുണ്ട്. അത് ഒന്നുകൂടി അത് ക്ലാരിറ്റി വരുത്തി പോവുകയാണ്. പ്രത്യേകിച്ചും ഒരു ഇലക്ഷൻ ദിവസത്തിൽ മത്തിയാമഹൽ, ബാബർപൂർ, സിംലാപൂർ, ഓഖ്ല, ബല്യമാരൻ, മുസ്തഫാബാദ് എന്നിവയാണ് ആ 7 മണ്ഡലങ്ങൾ നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതിൽ ചാന്ദ്രി ചൌക്കിലും മത്തിയാമഹലിലും ബാബർപൂരിലും സീലംപൂരിലും ഓഖ്ലയിലും ബല്യമാരനിലുമാണ് ആപ്പിന്റെ വിജയം. മുസ്തഫാബാദാണ് ആപ്പിനെ കൈവിട്ടത്. മുസ്തഫാബാദ് 2020 വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായതാണ്. ആ കാലഘട്ടത്ത് അത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ മണ്ഡലമാണ്. അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ ഇടത്ത് കൃത്യമായി BJPക്ക് ഒരു വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, ബിഷ്തിലൂടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകം. അതവിടെ ആ കൺഫ്യൂഷൻ അവസാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആ രണ്ട് മണ്ഡലത്തെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ടായിരുന്നു. പിന്നെ മാധു പറഞ്ഞതുകൊണ്ട് ഞാനത് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് മാത്രം. ഞാൻ ആ 2 മണ്ഡലത്തിൻ്റെ വിജയത്തെക്കുറിച്ച്, അതായത് അയോധ്യയുടെ മിൽക്കിപൂരിലെയും ഡൽഹിയിലെ ഈ മണ്ഡലത്തെക്കുറിച്ചും ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. ശരി, ഓക്കെ. ആ കൺഫ്യൂഷൻ അവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റു ആളുകളിലേക്ക് പോകാം. ശ്രീ അനിൽ ബോസ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കേൾക്കാം. ശ്രീ അനിൽ ബോസ്, രാജ്യ തലസ്ഥാനം ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു BJPക്ക് 3ാം വട്ടവും ദേശീയ തലത്തിൽ അധികാരത്തിൽ തുടരാൻ കഴിയുമ്പോഴും ഉണ്ടാകുന്ന ഒരു ആശാഭംഗം എന്ന് പറയുന്നത്. അതുകൂടി കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആത്മവിശ്വാസം പ്രതിപക്ഷം പുലർത്തിയിരുന്നുവെങ്കിൽ ഇനി ബീഹാർ മാത്രമാണ് അവശേഷിക്കുന്നത്. ബീഹാറും ഈ വഴിക്കാണോ എന്നതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലത്തിൽ BJPയുടെ തേരോട്ടം തന്നെയാണ്, താമരക്കാലം തന്നെയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് എന്നുള്ളതാണോ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഭയക്കുന്നത് ഈ ഘട്ടത്തിൽ? ഇവിടെ ഭയത്തിന്റെയോ ജയത്തിന്റെയോ അങ്ങനെയൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. ആ ഫലത്തെ സംബന്ധിച്ചോ അതിന്റെ അനുബന്ധ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചോ വ്യത്യസ്തമായ സമയങ്ങളിൽ വിലയിരുത്തി ചർച്ചകൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ പ്രാഥമികമായി നമ്മളൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുമ്പോൾ ഫലം അംഗീകരിക്കുന്നു, ജയിച്ചവരെ അഭിനന്ദിക്കുന്നു. ഈ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അവിടെ രാഷ്ട്രീയ വിജയം ആർജിക്കാൻ കഴിയുന്ന പാർട്ടിക്കും മുന്നണിക്കും ഒട്ടേറെ സന്തോഷമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ, അതിന്റെ ഒരു ഹുങ്കും ചർച്ചയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അതിനൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം, മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർന്നു വരേണ്ടതുണ്ട്. ഉയർന്നു വരുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങുമ്പോൾ വ്യത്യസ്തമായ നിലപാടുകളുള്ള, ആശയങ്ങളുള്ള ആളുകളാണ് പല സന്ദർഭങ്ങളിലും യോജിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ ഉണ്ടാക്കിയ സഖ്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ചെറുതായാലും വലുതായാലുമുള്ള കക്ഷികളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ബന്ധപ്പെട്ട പാർട്ടിയുടെ പല നേതാക്കളും പല സന്ദർഭങ്ങളിലും ചെയ്ത പ്രവർത്തികളിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടക്കുന്ന മുഴുവൻ ക്യാമ്പയിനുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ആം ആദ്മി പാർട്ടി ജയിക്കുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസുകാർ ഇല്ലാതാക്കി. ഞങ്ങൾ എന്തോ മഹാപാതകം ചെയ്തതുകൊണ്ട് BJPക്ക് അവിടെ അധികാരം കിട്ടി എന്ന തരത്തിലൊക്കെ ചോദ്യമാണ് സാധാരണഗതിയിൽ അങ്ങ് ഒരുപക്ഷെ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് കോൺഗ്രസ് നേടിയ വോട്ടുകൾ പ്ലസ് ആം ആദ്മി പാർട്ടി നേടിയ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് 50% കടന്ന് കൃത്യമായി ഡൽഹിയിൽ വീണ്ടും ഒരു ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിൽ വരാൻ കാരണമാകാൻ കഴിയുന്നതായിരുന്നു. അവിടെ കോൺഗ്രസ് ഒരു കുറ്റബോധത്തിന് ആവശ്യമുണ്ടോ? കുറ്റബോധം അതിലേക്കാണല്ലോ ഞാൻ വന്നത്. കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ കഴിഞ്ഞു പോയത്. ഹരിയാനയിൽ 90 സീറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് ഏകപക്ഷീയമായി ജയിക്കാൻ കഴിയാവുന്ന ഒരു സംസ്ഥാനത്ത് ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 3 സീറ്റിന്റെ തർക്കമുണ്ടാക്കി അവിടെ മത്സരിക്കുന്നതിന് ഒരു മടിയും ആം ആദ്മി കാണിച്ചില്ലല്ലോ. കാണിച്ചോ? ഒരു സീറ്റിൽ ഞങ്ങൾ തോറ്റത് 32 വോട്ടിനാണ് മാധു.
മറ്റ് 2 സീറ്റുകളിൽ തോറ്റത് ഞങ്ങൾ 1000 വോട്ടിനാണ്. 5000-ൽ താഴെയാണ് 10 സീറ്റുകളിൽ തോറ്റത്. ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തിയുള്ള സംസ്ഥാനമായിരുന്നു ഹരിയാന. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. ആ അനുകൂലമായ സാഹചര്യത്തെ ഇല്ലാതാക്കുന്നതിന് 13 സീറ്റുകളിൽ BJP-യുടെ ഇലക്ഷൻ കമ്മീഷന്റെയും ഇലക്ഷൻ അട്ടിമറിക്കുന്ന നടപടിക്രമങ്ങൾ നടന്നെങ്കിലും അതിനെയും അതിജീവിച്ച് ജയിക്കാൻ കഴിയുന്ന കരുത്ത് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തോൽവി കാരണമായ നിലപാട് എന്തുവല്ല 3 സീറ്റ് ഡിമാൻഡ് ചെയ്തത് കൊടുക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കളെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശക്തിയുള്ള സംവിധാനമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു സ്റ്റേറ്റിൽ ആം ആദ്മി പാർട്ടി വിട്ടുവീഴ്ച നടത്താൻ തയ്യാറായില്ലല്ലോ. ഇവിടെ ഞങ്ങളാണോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഐക്യം തകർത്തത്? ഞങ്ങളാണോ തകർത്തത്? അരവിന്ദ് കെജ്രിവാളിന്റെ ട്വീറ്റ് ഇപ്പോഴും നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഞങ്ങളുടെ ശക്തി തെളിയിച്ചേ മതിയാകും, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, ആരുമായിട്ടും അലയൻസ് നടപടിക്കില്ല എന്ന് പറഞ്ഞത് ആരാ? അരവിന്ദ് കെജ്രിവാളല്ലേ? ഞങ്ങളാണോ പറഞ്ഞത്? ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങൾ സീറ്റിന്റെ പേരിൽ ഡിമാൻഡ് വെച്ചോ? ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടിയാലേ മുന്നണിയുമായി മുന്നോട്ട് പോകുള്ളൂ ഞങ്ങൾ പറഞ്ഞു. ഹരിയാനയിൽ ആം ആദ്മി കോൺഗ്രസ് പാർട്ടിയോട് പറഞ്ഞ പോലെ ഒന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. മാധു, ശരി, ശ്രീ അനിൽ ബോസ് ഞാനെങ്കിലേക്ക് വരാം. ശ്രീമതി റീത്ത ബെഞ്ചമിൻ, തുടർച്ചയായ എന്ന് വേണമെങ്കിൽ പറയാം, എന്നിരുന്നാലും ജനം അധികാരം ഏൽപ്പിച്ചത് 3ാമത്തെ തവണ. നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ തകർക്കാൻ മറ്റൊരു പാർട്ടിയുടെ ആവശ്യമില്ല എന്ന അന്ന് പറഞ്ഞത് അതേപടി യാഥാർത്ഥ്യമാവുകയാണോ? ഡൽഹി മോഡൽ നിങ്ങൾക്ക് പഞ്ചാബിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായി വളരാൻ കഴിയും, അതിന് കോൺഗ്രസ് ആണ് വിഘാതമെന്ന നിങ്ങളുടെ DNA-യിൽ തന്നെയുള്ള കോൺഗ്രസ് വിരോധം പ്രതിഫലിപ്പിക്കപ്പെട്ടപ്പോൾ BJP-യുടെ സന്നാഹങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അഴിമതി ആരോപണം അറിയാമല്ലോ എങ്ങനെയാണ് ഉയർന്നു വന്നത് എന്നത് പോലും മറന്ന് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിൽ ഉയർന്നു വന്ന ഒരു പാർട്ടി അതേ അഴിമതിയുടെ പേരിൽ പഴികേട്ട്, ധൂർത്തിന്റെ പേരിൽ പഴികേട്ട് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ പരാജയത്തെ കാണുന്നത്? നമസ്കാരം. ആദ്യം തന്നെ വിജയിച്ച BJP പാർട്ടിക്ക് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. മധു, ഞാൻ ആദ്യം തന്നെ ഈ ആപ്പിൻ്റെ തോൽവി ഇത് ആപ്പിൻ്റെ ഉള്ളിലുണ്ടായ പല പ്രശ്നങ്ങളുടെ കാരണം കൊണ്ടാണ് ആപ്പിന് തോൽവി ഉണ്ടായത്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെയോ വേറെ ആരുടെയോ ഒരു റോളില്ല. ഈ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവുന്നതാണ്. രണ്ട് ടേം നമ്മൾ നിന്നു. ആ ഫസ്റ്റ് ടേമിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2ാമത്തെ ടേമിൽ വന്നപ്പോഴും നല്ലോണം നമ്മൾ പ്രവർത്തിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. ഞങ്ങളുടെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിടാൻ തുടങ്ങി. ഒരു തെളിവുകളും ഇല്ലാതെ, എവിഡൻസും ഇല്ലാതെ ചുമ്മാതെ ജയിലിൽ ഇടാൻ തുടങ്ങി. സത്യേന്ദ്ര ജെയിൻ 2 കൊല്ലത്തോളം ജയിലിലായിരുന്നു. മനീഷ് സിസോദിയ 1.5 കൊല്ലത്തോളം ജയിലിലായിരുന്നു. മനീഷ് സിസോദിയാണ് എഡ്യൂക്കേഷനെ പൊക്കിക്കൊണ്ടുവന്നതും സത്യേന്ദ്ര ജെയിനാണ് ഹെൽത്തിനെ പൊക്കിക്കൊണ്ടുവന്നതും. ഡൽഹിയിലുള്ളവർ അതെല്ലാം കണ്ടിട്ടുണ്ട്, കാണുന്നുമുണ്ട്. ഡൽഹിയിലെ ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ബിൽഡിങ്സും എഡ്യൂക്കേഷനൊക്കെ ആൾക്കാരതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. സംഭവം നമ്മുടെ പ്രവർത്തനമല്ല. നമ്മുടെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ നേതാക്കന്മാരൊക്കെ ജയിലിൽ പോയപ്പോൾ പിറകിൽ നിന്ന് ഒരു ഡിഫക്റ്റ് ഉണ്ടായി. സെക്കൻഡ് ടിയർ ലീഡേഴ്സ് ശരിക്കും ജനത്തോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റാതെയായിപ്പോയി. പല ഫ്രസ്ട്രേഷൻസ് വന്നു. ഇതൊരു സത്യമാണ്. ആപ്പിൻ്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങളാണ് ആപ്പിനെ ഇന്ന് തോൽവി കാണിച്ചത്. ഇത് ഞാൻ ഉറച്ചു പറയുന്നു. അല്ലാതെ BJP-യുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സായിട്ട് അലയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് ഞാൻ അതിനോട് സമ്മതിക്കുന്നില്ല. യെസ്, ഇതൊരു സമയമാണ്. കോൺഗ്രസും ആപ്പും എല്ലാവരും കൂടി ചേർന്ന് ഇനി വരാൻ പോകുന്ന സമയത്ത് ഇവർ ചിന്തിക്കേണ്ടതാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്. ഡൽഹിക്ക് വേണ്ടി മാത്രമല്ല, വരാൻ പോകുന്ന മറ്റ് സ്റ്റേറ്റുകളിലും ഇനിയും വരാൻ പോകുന്ന നെക്സ്റ്റ് പാർലമെന്റ് ഇലക്ഷൻസിലും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി ബെഞ്ചമിൻ. ഞങ്ങളോട് സംസാരിച്ചതിന് ശ്രീ സാജു കണ്ണന്തറ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടക മേധാവി കൂടിയാണ് അദ്ദേഹം. ശ്രീ സാജു കണ്ണന്തറ, ഇതിപ്പോ BJP-യുടെ ഒരു സവിശേഷത കൊണ്ടല്ല, ആം ആദ്മി പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നം കൊണ്ട് ഉണ്ടായ തോൽവിയാണ് എന്ന നിലയ്ക്കാണ് ശ്രീമതി റീത്ത ബെഞ്ചമിൻ അതിനെ വിശദീകരിച്ചത്.
ഇങ്ങനെ എന്തെങ്കിലും ഒരു കളത്തിൽ ചേർക്കാൻ കഴിയുന്ന തോൽവിയാണോ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത്, വിജയമാണോ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത്? സർവ്വ മേഖലകളിൽ നിന്നുള്ള വോട്ട് സമാഹരിക്കാൻ 7-ൽ നിന്ന് 48-ലേക്ക് കുതിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടായി എന്നുള്ളത് ആം ആദ്മി പാർട്ടിക്ക് കാണാനോ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാക്കാനോ സാധിക്കാതെ പോയത് എങ്ങനെയാണ്? സാങ്കേതികമായിട്ട് ബി ജെ പി വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം 48 സീറ്റ് നേടി അവർ വിജയിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി 22 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേവലം 2% വോട്ടിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. ആം ആദ്മി പാർട്ടിക്ക് 43.55%, ബി ജെ പിക്ക് 45.68%, 43-ഉം 45-ഉം, കേവലം 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്കും തമ്മിലുള്ളത്. ഇവിടെ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത് ഒരിക്കലും ആം ആദ്മി പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ഷന് ശരിക്കും വിജയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയേക്കാൾ ഉപരിയായിട്ട് ഡൽഹിയിലെ ജനങ്ങളാണ്. ഈ ഡൽഹിയിലെ ജനങ്ങൾ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ വിജയമായിരുന്നു. കാരണം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ജനക്ഷേമ പദ്ധതികൾ തുടരും എന്ന് ബി ജെ പിയും കോൺഗ്രസും അവരുടെ പ്രകടന പത്രികയിൽ പറയുകയുണ്ടായി. ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളെക്കാളൊക്കെ ഉപരിയായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ ഈ 2 പാർട്ടികളും പ്രഖ്യാപിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിജയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ തന്നെയായിരുന്നു. കാരണം ഈ ജനക്ഷേമ പദ്ധതികൾ തുടരില്ല എന്ന് ബി ജെ പി പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതാണ് സീറ്റ്. ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങളാണ് വിജയിച്ചത്, ഡൽഹിയിലെ ജനങ്ങളാണ് വിജയിച്ചത് എന്നുള്ളതാണ് അങ്ങ് വിശദീകരിക്കുന്നത്. നിങ്ങൾ തോൽക്കുമ്പോഴാണ് ഡൽഹിയിലെ ജനങ്ങൾ വിജയിക്കുന്നത് എന്നാണോ നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ തോക്കുമ്പോൾ വിജയിക്കുന്നുള്ള സാങ്കേതികപരമായിട്ട് അതാണ് പറഞ്ഞത്. 2% സാങ്കേതികപരമായിട്ട് 2% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ചു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ വിജയത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ് വിജയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആം ആദ്മി പാർട്ടിയുടെ നയങ്ങളെയും നിലപാടുകളെയും എതിർത്തുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ട് മുൻ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ തുടരും എന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് ബി ജെ പി ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികളെ എതിർത്ത് സംസാരിച്ചില്ല? ഒരുപക്ഷെ എതിർത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങളെ എതിർത്തിട്ടില്ലായിരിക്കാം, പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ നയങ്ങൾ തുടരുമെന്നോ ഉള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബി ജെ പി അതിന് പകരമായി മറ്റ് പലതരത്തിലും ബി ജെ പി തന്നെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞിട്ടുള്ള സൗജന്യങ്ങൾ എന്ന് പരിഹസിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെവിടെ ആവർത്തിച്ചുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അത് ആം ആദ്മി പാർട്ടിയുടെ നയങ്ങൾ തുടരും എന്ന ഒരു പ്രഖ്യാപനമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അതിൽ വ്യക്തത വരുത്തുകയും ചെയ്യും. എന്തായാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയാത്ത തരത്തിലുള്ള പരാജയമാണ്. പരാജയം അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. ഡൽഹി അത്രയേറെ കൈപ്പേറിയ അനുഭവമാണ് ആം ആദ്മി പാർട്ടിക്ക് 2025 തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചിരിക്കുകയും ചെയ്തത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ, 93 ശേഷം നിങ്ങൾ ഡൽഹിയിലേക്ക് വരികയാണ്. ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തെ തകർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നതുകൂടിയായി ഡൽഹി വായിക്കപ്പെടുന്നുണ്ടോ? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം എന്ന നിലയ്ക്ക് എത്ര ആവർത്തിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും ക്ഷമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം മുന്നണികൾക്കിടയിൽ രൂപപ്പെട്ടു വരുമോ? ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി പറയാം. അതിനു മുമ്പ് 2-3 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. അതിലൊന്നാമത് ഈ ആപ്പിൽ അഴിമതിയുടെ ആപ്പടിച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. അതുകൊണ്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ വിജയിച്ചത്.
ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾ ജയിക്കുന്നത് എപ്പോഴാണ്? ജനങ്ങളെ ചതിച്ചവരെ, ജനങ്ങളെ വഞ്ചിച്ചവരെ, ജനവിരുദ്ധ നയങ്ങളും നടപടികളും കൊണ്ടുവരുന്നവരെ പരാജയപ്പെടുത്തുമ്പോഴാണ്. ആം ആദ്മി പാർട്ടിയുടെ സുഹൃത്ത് സാജു കണ്ണന്തറ പറഞ്ഞത് ശരിയാണ്. ഡൽഹിയിലെ ജനങ്ങൾ ജയിച്ചു. ജനവിരുദ്ധ നയങ്ങളും ജനവിരുദ്ധ നടപടികളും സ്വീകരിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി നടപ്പാക്കാൻ ശ്രമിച്ച കെജ്രിവാൾ അടക്കമുള്ള ആളുകളെ അവർ തോൽപ്പിച്ചു. വളരെ കൃത്യമാണ് കാര്യം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചപ്പോൾ മാധു പറഞ്ഞു, പൊതുവേ ചർച്ച അങ്ങനെയാണ്. എങ്ങനെയാണ്? കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നതുകൊണ്ടാണ് BJP ജയിച്ചത്. വാസ്തവത്തിൽ അത് തെറ്റല്ലേ ആ കാഴ്ചപ്പാട്? കാരണം കോൺഗ്രസും ആപ്പും എല്ലാം ഒരുമിച്ചായിരുന്നില്ലേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും ഒരുമിച്ച് മത്സരിച്ചവരല്ലേ? എന്താണ് സംഭവിച്ചത്? 7 സീറ്റ് കിട്ടിയതും ആർക്കാണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഇവരെല്ലാവരും ഒരുമിച്ചല്ലേ? ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിയുമായിരുന്നില്ല. ഒരു സെക്കൻഡ് ഞാനൊന്ന് തീർത്ത് കഴിഞ്ഞിട്ട് മാധു പറഞ്ഞോളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ UP തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചില്ലേ? ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം. എന്ത് സംഭവിച്ചു? BJP വീണ്ടും അധികാരത്തിൽ വന്നില്ലേ? ഇനി ഞാനൊരു ചെറിയ കണക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറയുകയും ചെയ്യാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 4.26% വോട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുമ്പ് 2013 വോട്ട് എന്ന് പറയുന്നത് 31 സീറ്റ് BJPക്ക് കിട്ടിയാലും ഏതാണ്ട് 28% വോട്ടുണ്ടായിരുന്നതായിരുന്നു കോൺഗ്രസ്സിന്. ആ കോൺഗ്രസ് പുറമെ നിന്ന് ആപ്പിനെ അധികാരത്തിലെത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഉള്ള സ്ഥിതിയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 4.26 ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ഇക്കുറി 6.38% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതേസമയത്ത് ആപ്പിന് കഴിഞ്ഞ പ്രാവശ്യം 53.57% ഉണ്ടായിരുന്ന വോട്ട് ഇക്കുറി 43.62% കുറഞ്ഞു. അവിടെ 9.95% വോട്ടിൽ ഒരു 7% അല്ലെങ്കിൽ 6% BJPക്ക് കിട്ടുകയും ബാക്കി കോൺഗ്രസിന് കിട്ടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടല്ല BJP ജയിച്ചത്, കോൺഗ്രസ് നിന്നതുകൊണ്ടുമല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ വിശകലനത്തിൽ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിന് സ്വബോധം തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. വെറുതെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി മോദി വിരുദ്ധത പറഞ്ഞ് BJP വിരുദ്ധത പറഞ്ഞ് ഈ ആപ്പിൻ്റെ കൂടെ കൂടി 28%, 15 വർഷം ഇന്ദ്രപ്രസ്ഥം ഭരിച്ച് 10-28% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് അവസാനം ഒന്നുമല്ലാതെ നാമാവിശേഷമായി എവിടെ? ഡൽഹിയിൽ. അതുതന്നെയാണ് പഞ്ചാബിലും സംഭവിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്ട്രാറ്റജിക് ആയിട്ട് കോൺഗ്രസ്, ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിൻ്റെ ഈ സമീപനം കോൺഗ്രസ്സിന് ഗുണം ചെയ്യുകയാണ് ഉണ്ടായത്. ഒന്നുമില്ല, അടിത്തട്ടിൽ കോൺഗ്രസ്സിന് ഏതാണ്ട് ഒരു 6%, 7% വോട്ടുണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചതുകൊണ്ടാണ് BJP ജയിച്ചതെന്ന് പറയരുത്. കോൺഗ്രസ് മത്സരിച്ചാലും ആപ്പും കോൺഗ്രസും ഒരുമിച്ച് നിന്നാലും ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയിൽ ജയിക്കും ഇന്നത്തെ അവസ്ഥയിൽ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അഴിമതി എന്ന് പറയുന്ന ഒരു പ്രതലത്തെ ഇന്ത്യൻ ജനത ഇഷ്ടപ്പെടുന്നില്ല. അഴിമതി കൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ ഭരണകൂടത്തിനെ ജനങ്ങൾ തൂത്തെറിഞ്ഞത്. അഴിമതി കൊണ്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വെളിയിൽ പോയത്. അഴിമതി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ ആളുകൾക്ക് കഴിയില്ലെന്ന് മാത്രമല്ല, മധ്യവർഗത്തെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ടുള്ള ഒരു പ്രയാണം. ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു യൂസ്ലെസ് സഖ്യമാണ്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു അധമത്വം കൊടുക്കുന്ന ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സഖ്യമാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ 300 വോട്ട്, ഒരു മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വോട്ട് ഉള്ള ഒരു മണ്ഡലത്തിൽ 300 വോട്ട്, 200 വോട്ടൊക്കെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷികളായ ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസ് ഈ ഇന്ത്യ സഖ്യമുണ്ടാക്കി ഇന്ത്യ സഖ്യത്തിനെ നയിക്കാൻ കോൺഗ്രസ്സിന്
ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ വേരുകൾ ഇല്ലാതായി മാറുന്നു. ശരി, ഓക്കേ. രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ ഉപദേശമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിക്കും ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ നൽകുന്നത്. അങ്ങനെ പറഞ്ഞില്ല, അങ്ങ് പൂർത്തിയായിരിക്കും. ഒരു സെക്കൻഡിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരു സെക്കൻഡിൽ അവസാനിപ്പിക്കാം. ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അപ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് നിലനിൽക്കാൻ കഴിയില്ല. അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു അപഹാസ്യ സഖ്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ഭാവിയില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് ഈ കേരളത്തിലെ കോൺഗ്രസും ഈ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും കൂടി ഊതിവീർപ്പിച്ച ബലൂണാണ്. CPM-ഉം കോൺഗ്രസും കൂടി ഊതിവീർപ്പിച്ച, LDF-ഉം UDF-ഉം കൂടി ഊതിവീർപ്പിച്ച ഒരു ബലൂണാണ് ഇന്ത്യയിലെ ഇന്ത്യ സഖ്യം. അതിനൊരു പ്രസക്തിയുമില്ല എന്ന് നോട്ടയ്ക്ക് പിന്നിൽ പോയ CPM-ന്റെയും ഒരു സീറ്റ് പോലും കിട്ടാതെ തകർന്ന കോൺഗ്രസിന്റെയും അവസ്ഥ സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരി. അടുക്കനാണ് ബോസ് 3 തുടർ പൂജ്യങ്ങൾ അല്ലെ? അവിടെ നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഉപദേശം കേൾക്കേണ്ടി വരുന്നത്. 2% വോട്ട് വർധന കൊണ്ട് ഒരു തരത്തിലും കോൺഗ്രസിന് ആ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൂജ്യത്തെ വിശദീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇപ്പോ ആദ്യഘട്ടത്തിലെ തകർച്ച എന്ന് പറയുന്നത് UP-യുടെ തകർച്ചയ്ക്കൊക്കെ ഏറെക്കുറെ ഒപ്പമാണ്. അവസാന വർഷമൊക്കെയാണല്ലോ. അപ്പോൾ അതിനൊപ്പമാണ്. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ നേതൃത്വം വന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നു. അദ്ദേഹത്തിന് ശരിയാണ് ആദ്യഘട്ടത്തിൽ പ്രധാനത്തിലേക്കൊന്നും സജീവമാകാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഒരൊറ്റ സീറ്റ് എന്ന് പറയുന്നത് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഇങ്ങനെ പലതും സംഭവിക്കും. അതായത് ഒരു പാർട്ടിക്ക് മാത്രം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയമല്ല. പല പാർട്ടികൾക്കും പല സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഗോപാലകൃഷ്ണന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇനി ഇവിടെ ഈ പറയുന്ന BJP-യും സംഘപരിവാറും അവരുടെ പിടിച്ചുവെപ്പുകാരും മാത്രമാണ് ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നടത്താൻ പോകുന്നതെന്നുള്ള വ്യാഖ്യാനമാണ് അദ്ദേഹം വരുത്താൻ. അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. UP-യിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടും ഞങ്ങൾ ജയിച്ചില്ലേ, നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചില്ലേ? അത് UP തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. UP-യിൽ എന്തായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി? എന്തായിരുന്നു സ്ഥിതി? 80 സീറ്റുള്ള സ്ഥലത്ത് ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പ്രതിപക്ഷത്തിന്റെ സഖ്യത്തിന്റെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഞങ്ങൾ 80-ൽ 41 ജയിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ വലിയ രാമക്ഷേത്രമൊക്കെ പണിതല്ലോ. ആ രാമക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിച്ച് വളരെ വലിയ വിജയം ആർജിച്ച വർഗീയത ആളിക്കത്തിക്കുന്നവരാണല്ലോ നിങ്ങൾ. എന്തേ നിങ്ങൾ രാമക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് തോറ്റു? എന്തിനാ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് പോയി സ്വന്തം സംസ്ഥാനം ഉപേക്ഷിച്ച് മത്സരിച്ച സ്ഥലമാണല്ലോ വാരണാസി ജില്ലയിൽ. തുടക്കത്തിൽ തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ മധുര പ്രതികാരത്തിന്റെ കഥ. അത് അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. അല്ലല്ല, എനിക്ക് തുടക്കത്തിൽ ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടതിനെ സംബന്ധിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഹുങ്ക് അങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് കേട്ടിരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് കൂടെ ഈ പബ്ലിക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കണം. വാരണാസി ജില്ലയിലെ ഏറ്റവും വലിയ ഹിന്ദു പൊല്യൂട്ടഡായ പ്രവർത്തനം നടത്തി അതിന്റെ വൈകാരികത ആളിക്കത്തിച്ച് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്നാണ് പ്രധാനമന്ത്രി വ്യാമോഹിച്ചതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തുകൊണ്ടാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ 12 സീറ്റിൽ 9 സീറ്റിലും ഇന്ത്യ സഖ്യം ജയിച്ചത്, UP-യിൽ 41 സീറ്റിൽ ജയിച്ചത് എന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം. താങ്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യം, ഇന്ത്യ എന്ന് പറയാൻ പോലും താങ്കൾക്ക് അറപ്പാണല്ലോ. ആ ഇന്ത്യ സഖ്യത്തെയും താങ്കൾ ഒന്നുമല്ല എന്ന് പറഞ്ഞല്ലോ ഈ ചർച്ചയിൽ. എന്നാ താങ്കൾ അറിയാൻ പറയുക, ഇന്ത്യൻ പാർലമെന്റിലെ 543 അംഗങ്ങളിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തിന് 241 അംഗങ്ങളുണ്ട്. താങ്കൾക്ക് അറിയാമോ? താങ്കൾക്ക് അറിയില്ലേ? താങ്കൾ കണക്കൊന്ന് പരിശോധിക്കുക. 241 അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 31 പേർ. നിങ്ങൾ കൂന്നുമടികളായി നിൽക്കുന്ന 2 പേർ, നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും രാവിലെ മലമൂത്ര വിസർജനം നടത്താൻ പോകുന്ന ഒരു സമയത്ത് ഒന്ന് പുനരാലോചിക്കാൻ. ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന കാര്യത്തിൽ നിങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്നില്ല. ഇതിപ്പോ ഇവിടെ ഡൽഹിയിൽ തന്നെ SP-യുടെ പിന്തുണ ആർക്കായിരുന്നു? ആം ആദ്മി പാർട്ടിക്ക്. കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഫൈസാബാദിലെ നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദ്യമില്ലാതെ തന്നെ അവിടെ വെച്ചാണ് തുടങ്ങുന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. മിൽക്കിപൂരിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഫൈസാബാദിലേക്ക് പോയി മത്സരിച്ച് ഫൈസാബാദ് പിടിച്ചെടുത്ത MP-യുടെ മകനാണ് ഇവിടെ മിൽക്കിപൂരിൽ മത്സരിച്ച് ചരിത്ര വിജയം നേടുന്നത്. റെക്കോർഡ് മാർജിനാണ്. 61,000 വോട്ടിനാണ് SP-യെ പരാജയപ്പെടുത്തി അവിടെ വരുന്നത്. അപ്പൊ അവിടെയും ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് നഷ്ടമുണ്ടാവുകയാണ്. നിങ്ങൾ മധുര തരമായ വിജയം ആഘോഷിച്ചു ഫൈസാബാദിൽ, മിൽക്കിപൂരിൽ മധുര പ്രതികാരം വീട്ടുകയാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ മാധു വൈകാരികമായ ഒന്നും തുള്ളിച്ചാടേണ്ട കാര്യമില്ല.
അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. വാശി വെക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ തമ്മിൽ. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടികൾ വ്യത്യസ്തമായ നയങ്ങളും സമീപനങ്ങളും ഉള്ള എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ആണ് ഒരു സഖ്യം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. അപ്പൊ വ്യത്യസ്തമായ വീക്ഷണവും നയവും സമീപനങ്ങളുമുള്ള പാർട്ടികൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നത് ഒരേ സ്ലോഗന്റെ അടിസ്ഥാനത്തിലാണ്. അത് BJP വിരുദ്ധത തന്നെയാണ്. ആ BJP വിരുദ്ധതയിൽ വരുമ്പോൾ ഞങ്ങൾ എല്ലാ പാർട്ടികളും അവരുടെ വ്യക്തിത്വവും ചിന്തകളും പണയം വെക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനും അതാത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ പാർട്ടികളും നിലപാടെടുത്തിട്ടുണ്ട്. നിലപാടെടുക്കുന്നത് ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഞങ്ങൾ ദേശീയ തലത്തിലെ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യമെന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ നമ്മൾ ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയും രണ്ടായിട്ടല്ലേ മത്സരിച്ചത്. പശ്ചിമ ബംഗാളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചില്ലേ മമതയുമായി. അപ്പം സഖ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും പലയിടത്തും യോജിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെന്നും ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം തന്നെ എടുത്താൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഞങ്ങളും തമ്മിൽ 13 സീറ്റിൽ നേർക്കുനേർ മത്സരിക്കുകയല്ലായിരുന്നോ? ഞങ്ങൾ ജയിച്ചില്ലേ? ഡൽഹിയിൽ ഞങ്ങൾ രണ്ടായിട്ട് നിന്ന് മത്സരിച്ചിട്ടില്ലേ? ആ മത്സരിച്ചിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതോ രാഷ്ട്രീയം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. ഞാനിവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനാ ദൗർബല്യം ഡൽഹിയിൽ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. അത് പരസ്യമായി അംഗീകരിക്കുന്നതിന് മടിയില്ലാത്തവരാണ് ഞങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ അതാണ് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. ഹരിയാന പോലെ ഈസിയായി ഏകപക്ഷീയമായി കോൺഗ്രസിന് അധികാരം വരുമായിരുന്ന ഒരു സ്ഥലത്ത് 3 സീറ്റിന്റെ തർക്കം പറഞ്ഞ് സംസ്ഥാനത്തുടനീളം സ്ഥാനാർത്ഥി നിർത്തി കോൺഗ്രസിനെ തകർത്ത് BJPക്ക് വരവൊരുക്കിയ നടപടിയാണ് കേജ്രിവാളിൽ നിന്നുണ്ടായതെങ്കിൽ അയാളുടെ തോൽവി ഞങ്ങൾക്ക് സന്തോഷം പകരും. 15 വർഷക്കാലം ജനങ്ങളെ സഹായിച്ചും സേവിച്ചും സ്നേഹിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോയ ഷീലാ ദീക്ഷിതിനെ പോലൊരു ജനനേതാവിനെ അഴിമതിക്കാരിയായി ചിത്രീകരിച്ച് ആ ഒരു പാർട്ടിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ BJPക്ക് അവസരം ഒരുക്കി കൊടുത്തതിന് ഏറ്റവും നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു പടി കൂടി ഞാൻ കടന്നു പറയാം. കോൺഗ്രസ് പാർട്ടിയുടെ വാർ റൂമിന്റെ ഭാഗമായി പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവിനും ഒപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം വന്ന് പങ്കെടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ജനകീയവൽക്കരിക്കുന്ന നടപടികളുടെ ഭാഗമായി. എന്നിട്ട് നിർഭയ സംഭവം പോലെ ഒരു സംഭവം കിട്ടിയപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുത്ത് തുടർ അഴിമതി ആരോപണങ്ങളാണ് ഷീലാ ദീക്ഷിതിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് പിന്നീട് പക്ഷെ അതിനെ തള്ളി പറയുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളുണ്ട്. ശരി, ആ ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു സെക്കൻഡ് മതി. ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു അജണ്ട സെറ്റ് ചെയ്ത് സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ആം ആദ്മി കാ ശിപായി എന്നൊരു ആശയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഹൈദരാബാദിൽ നടന്ന സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ, യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ. അപ്പോൾ ഞങ്ങൾ തുടങ്ങുന്ന ഒരു പോരാട്ടത്തിന്റെ കോൺഗ്രസിന്റെ പുതിയ തലമുറയ്ക്ക് ശരി, നിങ്ങൾ 15 വർഷം ഭരിച്ചെടുത്ത ഒരു സംഘടന പെട്ടെന്ന് കടന്നു വരുന്നു, ഒരു രാഷ്ട്രീയ സംഘടന കടന്നു വരുന്നു. അവർക്ക് ബഹുജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയുടെ പ്രശ്നമാണ്. തുടർ ഭരണത്തിലിരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് അകലിൽ നിന്ന് പോകുന്നതിന്റെ വിലയാണ് അന്ന് കൊടുക്കേണ്ടി വന്നത് എന്നത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. ഞാൻ വരാം ശ്രീ സാജു കണ്ണന്തറ. പക്ഷേ ഞാൻ വരാം ശ്രീ അനിൽ ബോസ്, ഞാൻ വരാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമിയാണല്ലോ. നിങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സംഘടന കടന്നു വരുമ്പോ ആ വിശ്വാസം വെച്ചു പുലർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതൊരു ആരോപണമല്ല, ഒരു കാഴ്ചപ്പാടാണ്. ആരോപണം വെച്ചിട്ട് കടന്നു പോകുന്നത് ശരിയല്ല. അത് ശരിയല്ല. ആ ചർച്ചയിൽ നമ്മളെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി കടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടാവും. അല്ല, അതങ്ങനെ പ്രതിസ്ഥാനമോ ആരോപണമോ അല്ല അങ്ങ് മനസ്സിലാക്കിയതുപോലെ. അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങനെയല്ല ഞാൻ വിചാരിച്ചത് എന്ന് വ്യക്തത വരുത്തുന്നു. അതായത് അത് ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ്. നിങ്ങൾ 15 വർഷം അധികാരത്തിലിരുന്ന ഒരിടത്ത് ഒരു സംഘടന കടന്നു വന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അത് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? ഇവിടെയാണ് എനിക്ക് മാധുവായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഇതാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സ്വന്തം മുന്നണി സർക്കാരിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അഴിമതി രാഷ്ട്രീയത്തിനെതിരെ കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരുന്ന് കോൺഗ്രസുകാർക്കൊപ്പം ഇരുന്ന് കോൺഗ്രസിന്റെ വാർ റൂമിലിരുന്ന് പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാളും യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ഒരു സുപ്രഭാതത്തിൽ നിർഭയ സംഭവം പോലൊരു വിഷയം കിട്ടിയപ്പോൾ ഞങ്ങളെ ഒറ്റുകൊടുത്ത് ഞങ്ങളുടെ സ്ട്രാറ്റജികൾ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായി ഒരു പാർട്ടി ഉണ്ടാക്കി. ഞങ്ങളുടെ സംഘടനയുടെ പേരുപയോഗിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി. അറിയാമോ? കോൺഗ്രസിനകത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ, കോൺഗ്രസിനെ തിരുത്താൻ കൂടി ഉണ്ടാക്കിയ ആം ആദ്മി കാ ശിപായി എന്ന് പറയുന്ന സംഘടനയുടെ പേര് കൂടി എടുത്തൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞങ്ങളെ ചതിച്ചു. ഞങ്ങളെ ചതിച്ചയാളാണ് അരവിന്ദ് കെജ്രിവാൾ. ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാത്ത ആളല്ല. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് ഒരു കാലത്തും ക്ലീൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല.
ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നിയമപരമായിട്ടുള്ള വീഴ്ചകളെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് അരവിന്ദ് കെജ്രിവാളിനെ അല്ല, ശരി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തുടക്കത്തിൽ കോൺഗ്രസ് വാർത്താ സമ്മേളനം വരെ നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള അറസ്റ്റിനെയാണ് ഞങ്ങൾ അത് എതിർക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി അടക്കം വിശദീകരിക്കുകയും ചെയ്തതാണ്. അത് അവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ സാബു കണ്ണന്തറ, ഇപ്പോ ഈ വിവേകാനന്ദ ഫൗണ്ടേഷനിലൂടെ അത് പിന്നീട് ആം ആദ്മിയുടെ രാഷ്ട്രീയത്തിന്റെ ഉദയത്തിന് വഴിവെക്കുന്നു. അത് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഇതിപ്പോൾ പുനർവായന ഉണ്ടാകുന്നത് പോലെ ഇതിനു മുൻപും അത്തരത്തിലുള്ള വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് RSSന്റെ താല്പര്യമനുസരിച്ച് UPA സർക്കാരിനെ അട്ടിമറിക്കാനുണ്ടായ ഒരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന വിമർശനം ആവോളം കേട്ടിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി BJPയുടെ B ടീം എന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് വിരുദ്ധത എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ DNA-യിലുള്ളതാണ്. എന്നിട്ടും ആദ്യ സർക്കാർ രൂപീകരണത്തിന് നിങ്ങൾ BJPക്കെതിരെ കോൺഗ്രസിന്റെ കൈപിടിച്ചു നിന്നു. 49 ദിവസം ഭരണം, അതിനുശേഷം രാഷ്ട്രപതി ഭരണം, പിന്നീട് 2015 വരുമ്പോൾ നിങ്ങൾക്ക് സിംഹഭാഗ സീറ്റുകളും 67 സീറ്റുകളും നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെയാണ് കേട്ടത്? ഇപ്പോ മദ്യനയ അഴിമതിയോ ജയിൽവാസമോ എന്നതിനപ്പുറത്ത് സ്വന്തം ഔദ്യോഗിക വസതിയുടെ മോടി പിടിപ്പിക്കലിന് ഏതാണ്ട് 49 കോടി രൂപ ചെലവഴിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നത് പഴയ ആം ആദ്മി മുഖ്യമന്ത്രിക്കെതിരെയാണ്. പ്രതിരോധിക്കാൻ സാധിച്ചോ? അനിൽ ബോസ് പറഞ്ഞതുപോലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരു ബദ്ധശത്രുക്കൾ ഒന്നുമല്ല. ഒരു പരിധിവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് ഡൽഹിയിൽ മത്സരിക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഒരു തെറ്റായിട്ട് ഞാൻ വ്യാഖ്യാനിക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ആം ആദ്മി പാർട്ടിയുടെ 43.55% കോൺഗ്രസിൻ്റെ 6.36% കൂടെ ചേർന്നിരുന്നെങ്കിൽ ഡൽഹിയിൽ ജയിക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷെ അങ്ങനെ കണക്ക് കൂട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ഇത്രയും 6% കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഇവിടെ BJP ജയിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ വീണ്ടും തുടരും എന്ന് BJP പ്രഖ്യാപിച്ചു. അത് ജനങ്ങൾ സ്വീകരിച്ചു. രണ്ടാമത്, കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച സാഹചര്യത്തിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ വരുമാന നികുതിയിൽ നിന്ന് ഒഴിവാക്കി. ഇത് ഇടത്തരക്കാരെ സ്വാധീനിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ തുടരും. അതുകൂടാതെ 12 ലക്ഷം വരെ വരുമാന നികുതിക്ക് എക്സംഷൻ അത് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ ഇടത്തരക്കാരെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് കാരണമാക്കി എന്നതൊരു വസ്തുത തന്നെയാണ്. കാരണം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഡൽഹി ഒരു സമ്പൂർണ്ണ സംസ്ഥാനം അല്ല. എല്ലാ അധികാരങ്ങളും ഇല്ല. എല്ലാ കാര്യത്തിനും അവിടെ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയോടെ മാത്രമേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നമുക്കറിയാം, ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ പ്രവർത്തിക്കുന്നത് BJPയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുന്ന എല്ലാ ജനക്ഷേമ പദ്ധതികളും ഒരു പരിധിവരെ തടഞ്ഞു വെക്കാനായിട്ട് ഈ ലഫ്റ്റനന്റ് ഗവർണർ ശ്രമിച്ചു എന്നുള്ളത് അതൊരു വസ്തുതയാണ്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചിരിക്കാം. കാരണം അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒക്കെ ജനക്ഷേമ പദ്ധതികൾ തുടരും എന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൂടാതെ അതിലുപരിയായിട്ടുമുള്ള കൂടുതൽ ജനക്ഷേമ പദ്ധതികളും അവർ പ്രഖ്യാപിച്ചു. ഇതിനൊക്കെ അധികമായിട്ട് ഈ 12 ലക്ഷം വരെയുള്ള വരുമാന നികുതിയുള്ള എക്സംഷൻ അത് ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സാധിക്കില്ല. പക്ഷേ സാങ്കേതികമായിട്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റാണ്.
അതും അംഗീകരിക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ ഇങ്ങനെ 12 ലക്ഷത്തിന് ഒരു ടാക്സ് എക്സംഷൻ കൊടുത്തു എന്നുള്ളത് BJP ഒരു പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവതരിപ്പിച്ചത് അത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ BJPക്കെതിരെ ആക്ഷൻ എടുക്കുമായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിന് ശ്രമിക്കില്ല. അത് വീണ്ടും അവതരിപ്പിക്കാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് താല്പര്യവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് BJPക്ക് ഇവിടെ ഇതിനൊക്കെ ചേർന്നുള്ള വിശേഷണമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ BJP ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത്. ഡോക്ടർ ബി ബാലഗോപാൽ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്, മാതൃഭൂമിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡൽഹി ബ്യൂറോയിൽ നിന്ന്. ബാലു, 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഒരു സർക്കാർ പുറത്തേക്ക് പോകുമ്പോൾ 22 എന്ന് പറയുന്നത് ഒരു മോശം സംഖ്യയല്ല എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല 10% വോട്ടിടിവാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന് 2% വോട്ട് വർധന ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും 7-ൽ നിന്ന് 48-ലേക്കുള്ള കുതിച്ചുചാട്ടം BJP നടത്തിയുമിരിക്കുന്നു. 10, 27, 28 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് തിരികെ വരുമ്പോൾ അതൊരു മിന്നുന്ന വിജയം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. വലിയ ഒറ്റക്കക്ഷിയാകാൻ 2013-ൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വന്ന ഒരു ചരിത്രം കൂടി അവർക്കുണ്ട് എന്നിരിക്കെ എക്സിറ്റ് പോളുകൾ അത്രയും വലിയ ഒരു പിന്തുണ BJP വിജയത്തിന് പ്രഖ്യാപിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും ഇത്ര കണ്ടൊരു വിജയം അതിന്റെ സൂചനകൾ ഗ്രൗണ്ടിൽ നിന്നെങ്കിലും കിട്ടിയിരുന്നു? നേരത്തെ മാധു പറഞ്ഞതുപോലെ തന്നെ ഈ 10 വർഷത്തെ ഒരു ഭരണം, അതിനുണ്ടായിരുന്ന ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഇത് ഏറെക്കുറെ പ്രകടമായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പരാജയം എത്രത്തോളം ആഘാതം അതിനുണ്ടായിരിക്കുമെന്നത് മാത്രമായിരുന്നു കാത്തിരുന്ന് കാണേണ്ടത്. അതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് വിജയം BJPയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലും, അത് ദേശീയ തലത്തിലായിക്കോട്ടെ രാജ്യാന്തര തലത്തിലായിക്കോട്ടെ, അതിനൊക്കെ വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മോദി പ്രഭാവം കഴിഞ്ഞു, അതിൻ്റെ ഒരു ഫേസ് കഴിഞ്ഞു എന്നുള്ള ഒരു വാദഗതി ആയിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വന്നിരുന്നത്. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി BJP ആസ്ഥാനം നടത്തിയ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഡൽഹിയിലെ ഒരു പ്രത്യേകത അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഈ ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ഭാരതമാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും കൂടെ ചേരുന്ന ഒരു പ്രദേശമാണ് ഡൽഹി. ഒരുപക്ഷെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അതുപോലത്തെ ഒരു പ്രത്യേകതയില്ല. അങ്ങനെയുള്ള ഒരു കോസ്മോപൊളിറ്റൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡെമോഗ്രാഫിക് പ്രൊഫൈലുള്ള ഒരു സംസ്ഥാനത്താണ് BJPക്ക് വിജയം ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ 2024-ൽ കഴിഞ്ഞു എന്ന് പറയുന്ന മോദി തരംഗം അല്ലെങ്കിൽ മോദി പ്രഭാവം അതിന് യാതൊരു തരത്തിലുള്ള കോട്ടവും ഉണ്ടായിട്ടില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുകയായിരുന്നു എന്ന് വേണം കരുതേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു ടൈമിംഗ് ആണ്. കാരണം നാളെ പ്രധാനമന്ത്രി വിദേശയാത്രയ്ക്കായി പോവുകയാണ്. വളരെ സുപ്രധാനമായ 2 രാജ്യങ്ങൾ, ഫ്രാൻസും അതുപോലെ തന്നെ അമേരിക്കയും അദ്ദേഹം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്രാൻസിൽ അദ്ദേഹം പ്രസിഡന്റ് മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പാണ് ഇത്തരം ഒരു ഒരു വിക്ടറി അദ്ദേഹത്തിന് ഡൽഹിയിൽ കിട്ടുന്നത്. ആ കിട്ടുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മോദി പ്രഭാവത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറയുന്നത്. സ്വാഭാവികമായും രാജ്യാന്തര തലത്തിലുമൊക്കെ അദ്ദേഹം ഈ ലോക നേതാക്കളുമൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഡൽഹിയിൽ ലഭിച്ചിരിക്കുന്ന ഈ വിജയം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസം, പ്രത്യേകിച്ച് മോദിക്ക് ഒരു വലിയ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ തന്നെ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ ഈ ഒരു തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ അത് ഈ തരത്തിലുള്ള ഒരു പരാജയമായിരിക്കുമോ ഉണ്ടാകുന്നത്, അതേ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആയിരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഒരു എക്സാക്ട് ഫലമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തു നിന്നോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. സാധാരണക്കാർ, ലോവർ മിഡിൽ ക്ലാസ് എന്നിവിടങ്ങളിൽ നിന്ന് തന്നെയാണ് വലിയ തോതിൽ. കാരണം ബാലൊക്കെ ഡൽഹിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവനവൻ്റെ ദൈനംദിന ജീവിതത്തിന് എത്രത്തോളം അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു വലിയ പരിവർത്തനത്തിലൂടെ ആം ആദ്മിക്ക് തുടക്കത്തിൽ കഴിഞ്ഞു എന്നതൊരു
പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മറ്റ് സർക്കാരുകളോ രാഷ്ട്രീയ പാർട്ടികളോ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പാലും തേനും ഒഴുക്കാം എന്നത് പറഞ്ഞ പോലെ ആയിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അതിനോട് ഏറെക്കുറെ അതൊക്കെ പ്രാവർത്തികമാക്കുന്ന ഒരു സമീപനം ആവാത്തേക്ക് സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് പഞ്ചാബിലേക്കൊക്കെ ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും രാഷ്ട്രീയ വിജയം നേടാനും ഒക്കെ കഴിഞ്ഞത്. അങ്ങനെയുള്ള ഒരു സർക്കാരിനെ തള്ളിക്കളയാൻ പോകുന്ന പാകത്തിൽ ഒരു സർക്കാർ വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാനുള്ള ഘടകം എന്തായിരുന്നു അവിടെ? ഇപ്പോൾ ഒരു ഡൽഹി മദ്യനയ കേസ് എന്നത് പറയുന്ന പോലെ വളരെ സാങ്കേതികത്വം നിറഞ്ഞ ഒരു അഴിമതി ആരോപണം കൊണ്ട് മാത്രം അത് സാധ്യമാകുമോ? മധു ഈ പറഞ്ഞതിന് രണ്ട് ഘട്ടമായിട്ട് നമുക്ക് മാറ്റാം. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷമായി ഡൽഹിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഈ 2013 ഷീലാ ദീക്ഷിതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി വരുന്നു. ആ രണ്ട് ഘട്ടങ്ങളിലുമുള്ള അതല്ലെങ്കിൽ ഒരു 2019 മുമ്പ് ഈ പറയുന്ന തരത്തിൽ നിരവധി സൗജന്യങ്ങൾ, അതായത് അന്ന് ഇല്ലാതിരുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ ഫ്രീ ബീസും ഒക്കെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അരവിന്ദ് കെജ്രിവാൾ അത് നടപ്പിലാക്കുന്നു. അത് പിന്നീട് അദ്ദേഹത്തിന്റെ സക്സസീവ് ടേമിൽ കണ്ടിന്യൂ ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പുതുതായി ഒന്നും ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. സ്വാഭാവികമായും തുടക്കത്തിൽ ഇത് നടത്തുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങളൊന്നും അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു തിരിച്ചടിയായി എന്ന് വേണം കരുതേണ്ടതായുള്ളത്. രണ്ടാമതൊരു കാര്യം, നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഒരു അതിഥി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെല്ലാം കഴിഞ്ഞ 4-5 വർഷങ്ങളായി അവർ ജയിലിലായിരുന്നു. ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്നു, മനീഷ് സിസോഡിയ ജയിലിലായിരുന്നു, സത്യേന്ദ്ര ജെയിൻ ജയിലിലാകുന്നു. ആദിശ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നുവെങ്കിലും അവർക്ക് ഇതുപോലെ ഒരു ജനങ്ങളിലേക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നതിലേക്ക് അപ്പുറത്തേക്ക് ഇതുപോലെ ഈ ജനപ്രിയമായ ഏതെങ്കിലും പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. നിലവിലുള്ള പദ്ധതികൾ പലതും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞിരുന്നത്. അതിൽ തന്നെ ഈ ലഫ്റ്റനന്റ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ നിരന്തരമായ പോര് കാരണം പലപ്പോഴും ആ സർക്കാർ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പല പദ്ധതികൾ അവർക്ക് നടപ്പാക്കാനും വേണ്ടി കഴിയുകയും ചെയ്യുന്നില്ല. മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പുറത്തു വരും, നാളെ പുറത്തു വരുമെന്ന പ്രതീക്ഷയിൽ ഏറെ ദിവസങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി ഇല്ലാത്ത സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അതിഷി സ്ഥാനമേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. ഒരു ക്രൈസിസ് ടൈമിൽ ഇനി മുഖ്യമന്ത്രി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടത്തിലൊക്കെയാണ് പുതിയൊരു മുഖ്യമന്ത്രി വരികയും ചെയ്തത്. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സ്വാഭാവികമായും ആളുകൾക്ക് അതിനോടൊക്കെ വലിയ എതിർപ്പ് ഉണ്ടാവുകയും ചെയ്യും. മറ്റു അതിഥിയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ ബി ബാലഗോപാൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ പലതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 3ാം തവണയും അധികാരത്തിലിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന് ഇനി ബീഹാർ കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഉടനടി ഇല്ലതാനും. അപ്പോൾ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഉണ്ടാക്കാനും പ്രതിപക്ഷത്തെ യാതൊരു തരത്തിലും ഭയക്കേണ്ടതില്ലാത്ത സാഹചര്യത്തിലും മുന്നോട്ട് പോകാമെന്നൊരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടാകുന്നുണ്ടോ? മധു, ആത്മവിശ്വാസം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയുടെയും പ്രവർത്തനത്തിലാണ്. ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിതമായ ഒരു സംഘടനയുടെ ശക്തിമത്തായ പ്രവർത്തനത്തിൻ്റെ ബാക്കിപത്രമാണ് ഈ വിജയം. അതല്ലാതെ അത് ഇന്നലെ ഉണ്ടാക്കിയതോ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് പറഞ്ഞതോ അല്ല. സംഘടനാപരമായ ശക്തി ഞങ്ങൾ ഇന്നും മാറ്റുരയ്ക്കും. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പരാജയം, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ സംഘടനാപരമായി പരിഹരിക്കും. അങ്ങനെ സംഘടനാപരമായി ഒറ്റക്കെട്ടായി ഒരേ കാഴ്ചപ്പാടോടുകൂടി ഒരേ ചിന്തയോടുകൂടി ഭാരതം നന്നാവണം, ഭാരതത്തിന് ഏറ്റവും ഉയർച്ചയുണ്ടാവണം, ഭാരതം ലോകത്തിൻ്റെ ഒരു മാതൃകാ രാജ്യമായി, ലോകത്തിന് വഴികാട്ടുന്ന രാജ്യമായി, രാഷ്ട്രമായി മാറണം എന്ന ഒരു ചിന്തയും പദ്ധതിയുമാണ് ഞങ്ങളുടേത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, 2013 ശേഷം BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതേസമയത്ത് കോൺഗ്രസിൻ്റെ വോട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അവിടെ മിസ്റ്റർ അനിൽ ബോസ് UPയുടെ കാര്യം പറഞ്ഞു. അനിൽ ബോസിന് എനിക്ക് പറയാനുള്ളത്, UPയിലേക്ക് പോകാൻ വരട്ടെ, നമ്മൾ ഡൽഹിയല്ലേ ചർച്ച ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 54% വോട്ടാണ് ഡൽഹിയിൽ BJPക്ക് കിട്ടിയത്. 7 സീറ്റും BJP നേടി. ആരൊക്കെയായിരുന്നു നിങ്ങളുടെ കൂടെ? ആപ്പുണ്ടായിരുന്നു, ഇടതുണ്ടായിരുന്നു, വലതുണ്ടായിരുന്നു. സകല എണ്ണത്തിനെ ഒന്നിച്ചു കൂട്ടി, എന്താ പറയുക, മുള്ളും മൂർഖനും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, കല്ലും മുള്ളും
ഒക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കി ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 54% 7 സീറ്റ് കിട്ടി. അപ്പം നിങ്ങൾ ഒന്നിച്ച് നിന്നിട്ടും BJP യെ തകർക്കാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും BJP യെ തകർക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താ? അതിന് കാരണമാണ് അഴിമതി എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടാത്ത, അഴിമതിയില്ലാത്തൊരു സദ്ഭരണമാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നരേന്ദ്രമോദിക്ക് പകരം ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. രാമായണത്തിന് പകരം രാമായണം എന്ന് പറയുന്നത് പോലെ, രാമന് പകരം രാമൻ എന്ന് പറയുന്നത് പോലെ. ഞാനൊന്ന് തീർത്തോട്ടെ, ഒരൊറ്റ വാക്കിൽ ഞാൻ തീർക്കാം. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ ഇവരെ എല്ലാവരെയും പിടിച്ചു ജയിലിലിട്ട് ഭരണകൂടത്തെ അങ്ങനെ അസ്ഥിരമാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന തേരോട്ടം BJPക്ക് സാധ്യമായതെന്നൊരു വിമർശനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെന്ന്. ഈ ഡൽഹിയിലെ പോലീസ് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. പക്ഷേ ഡൽഹിയിലുള്ള സുപ്രീം കോടതി BJP പറയുന്നത് പോലെയോ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് പോലെയോ അല്ലല്ലോ. അവിടെ JFCM സാധാരണ കോടതി മുതൽ ഹൈക്കോടതിയുമുണ്ട്, ജില്ലാ കോടതിയുമുണ്ട്, സുപ്രീം കോടതിയുമുണ്ട്. മിണ്ടിയാൽ ഓടുന്നവരല്ലേ കോടതിയിൽ. കോടതി എന്തുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേസ് വരാം. എന്തുകൊണ്ടാണ് കേസ് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേസ് വരാൻ പ്രധാനപ്പെട്ട കാര്യം 3 എണ്ണമാണ്. അപ്പോൾ വെറുതെ അങ്ങോട്ട് മദ്യം മാത്രം പറഞ്ഞ് നമ്മൾ പോകരുത്. ജൽ നീഗം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതിയില്ലേ, നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതിയില്ലേ. ഇനിയും ആരാണ് ഡൽഹി കോർപ്പറേഷൻ ഭരിക്കുന്നത്? ഡൽഹി കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇവരല്ലേ. ആ കോർപ്പറേഷനിലെ ചീഞ്ഞ് നാറിയ ഭരണമല്ലേ ഇതിനൊക്കെ കാരണം. അടിസ്ഥാനപരമായിട്ട് ആപ്പിന് ജനങ്ങളുടെ വിശ്വാസം നേടാൻ ഇപ്പം കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവനും കൊടുത്തു. പക്ഷേ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇതൊന്നും നടക്കില്ല. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഡൽഹിയുടെ ചാരത്തിൽ നിന്ന് BJP ഉയർന്നു വരികയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു, ആം ആദ്മി പറയുന്നതെല്ലാം ചെയ്തു. ഇല്ല, ആം ആദ്മിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. കാരണം എല്ലാം ഫ്രീ കൊടുക്കുക, ഇതാ പിടിച്ചോ ഫ്രീ, അങ്ങനെ എല്ലാം ഫ്രീ കൊടുത്ത ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. കൊടുക്കേണ്ടത് ഏതിന്, എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടാവണം. സാമ്പത്തികമായി തകർത്തു. ആകെ പോലീസും ലാൻഡും ഒഴിച്ചു ബാക്കി എല്ലാം ആം ആദ്മി പാർട്ടിയുടെ കയ്യിലായിരുന്നല്ലോ. അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് അധികകാലം ഓടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിജയം BJPക്ക് സമ്മാനിച്ചു. പിന്നെ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരല്ല. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി BJPയുടെ ഐശ്വര്യമാണ്. അദ്ദേഹം അവിടെ തന്നെ നിൽക്കണം. നീണ്ട മൂക്കും ഉണ്ട കണ്ണും നീണ്ട മൂക്കും തലമുടിയും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെയും പത്രമാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. അവർ രണ്ടുപേരും നേതൃത്വത്തിൽ ഉണ്ടാവണം. കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരൂ. അദ്ദേഹവും പറഞ്ഞിരുന്നു ജയിച്ചാൽ ഡൽഹിയിലെ റോഡുകൾ പ്രിയങ്കയുടെ കവിളുകൾ പോലെയാക്കുമെന്ന പരാമർശം നടത്തിയിരുന്നു. അപ്പൊ ഈ വർണ്ണന നിങ്ങൾക്ക് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാവാം? അല്ലല്ല, ഒരിക്കലും. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്കയും നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നന്നായി വരട്ടെ എന്നാണ് എനിക്ക്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അവരവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചത്. ഞാനവരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. അവരവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചത് കോൺഗ്രസിന് എപ്പോഴും ഗുണകരമായിട്ടേ ഭവിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺഗ്രസിനെതിരല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആപ്പിനെതിരല്ല. ഇവരൊക്കെ കൊണ്ടുവരുന്ന സമീപനത്തിനും ഇവരൊക്കെ കൊണ്ടുവരുന്ന നയപരിപാടിക്കും ഇവരൊക്കെ കൊണ്ടുവരുന്ന ആ അഴിമതിക്കും ഞങ്ങളെതിരാണ്. ഞങ്ങൾ അഴിമതി വെച്ച് പുലർത്തില്ല. അത് ആരായാലും ശരി, നോ കോംപ്രമൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോദിക്ക് പകരം മോദി, അല്ലാതെ വേറെ ആരുമില്ല. നരേന്ദ്രമോദിക്ക് പകരം വെല്ലുവിളിച്ചത് ആരാണ്? മറ്റേ മാധു, നരേന്ദ്രമോദി വെല്ലുവിളിച്ചോ? ഇല്ലല്ലോ, കെജ്രിവാളാണ് വെല്ലുവിളിച്ചത്. ആ കെജ്രിവാളിനെ മലർത്തിയടിച്ചു നരേന്ദ്രമോദി. ഇനി ഇവിടെ വരുമ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ വെല്ലുവിളിച്ചില്ലേ നരേന്ദ്രമോദിയെ? 2 പ്രാവശ്യം തൃശ്ശൂർ വന്നപ്പോൾ പറഞ്ഞില്ലേ, 2 അല്ല 10 പ്രാവശ്യം വന്നാലും ഇവിടെ ഒരെണ്ണവും ജയിക്കില്ല എന്ന്. പക്ഷേ 2 പ്രാവശ്യം വന്നു, അദ്ദേഹം ജയിപ്പിച്ചു തൃശ്ശൂരിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ. അത് വിശ്വാസമാണ് ജനങ്ങളുടെ. ആ വിശ്വാസത്തിന് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്ന പ്രഖ്യാപനമായി മാറുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പും എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. ഞാൻ ശ്രീ അനിൽ ബോസങ്ങയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ
സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം ഡൽഹിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് ആം ആദ്മി തന്നെയാണ് വിഘാതമായത്. ആം ആദ്മി പരസ്യമായി തന്നെ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് തന്നെ ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിക്കാൻ സാധ്യമല്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ മത്സരിച്ച് സന്ദീപ് ദീക്ഷിത് പരാജയപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കണം, അദ്ദേഹം മത്സരിക്കണം. അദ്ദേഹത്തിന്റെ വോട്ടുകൾക്ക് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഏറെയും കുറഞ്ഞും അതേ വോട്ടുകൾക്ക് തന്നെയാണ് കെജ്രിവാൾ പരാജയപ്പെടുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഷീലാ ദീക്ഷിത് വാങ്ങേണ്ടി വന്ന പരാജയത്തിന് പരിഹാരം കാണണമെന്ന ഒരു പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നു എന്നടക്കം അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ഒരുമിച്ച് മത്സരിക്കേണ്ട എന്ന നിലപാട് മുൻപും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നടക്കം കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിനും മുന്നണി സംവിധാനത്തിൽ പോകാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലടക്കം താല്പര്യമില്ല എന്നത് പ്രകടമായിരുന്നു. കാരണം ഒന്ന്, പഞ്ചാബ് നഷ്ടപ്പെടുമ്പോഴും അവിടെ ആം ആദ്മി പാർട്ടി കടന്നു വരുന്നു. ഇങ്ങനെ മുന്നണി സംവിധാനത്തിൽ നിയമസഭകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മുന്നണി സംവിധാനം കടന്നു പോകുന്നെന്ന തിരിച്ചറിവ് ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ? ഞങ്ങളെന്തോ വലിയ വേദന വഹിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. നിലവിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ യോജിക്കാൻ കഴിയാത്ത പല പാർട്ടികളുമായി ഞങ്ങൾ യോജിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള, ഞങ്ങളുടെ പാർട്ടിയെ നഖശികാന്തം വിമർശിച്ചിട്ടുള്ള എത്രയോ ആളുകളുമായിട്ട് നമ്മൾ സഖ്യം ഉണ്ടാക്കി. അത് വെച്ച് നോക്കുമ്പോൾ ആം ആദ്മിയായിട്ട് അത്രയും ശത്രുതയുടെ കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ സഖ്യം ഉണ്ടാക്കുന്നതിനൊന്നും എതിരായിരുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ വൈകാരികമായി ഒരുപക്ഷെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, ഞങ്ങൾക്കൊക്കെ ഇപ്പൊ കേരളത്തിൽ ഉള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള പോലെ ആയിരിക്കത്തില്ല ഡൽഹിയിലെ ആളുകളുടെ പ്രതികരണം. ഡൽഹിയിലെ ആളുകളുടെ പ്രതികരണം അവരുടെ ഹൃദയത്തിൽ അത്ര വലിയ സ്ഥാനം ഉണ്ടായിരുന്ന ആളാണ് ഷീലാ ദീക്ഷിത്. ആ ഷീലാ ദീക്ഷിതിനെ കേവലം ഒരു അഴിമതിക്കാരിയായി ചിത്രീകരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുത്ത സമീപനമാണ് കേജ്രിവാളും സംഘവും നടത്തിയത് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അവരെ ഉൾക്കൊള്ളുന്നതിന് വൈമുഖ്യമുള്ള ഒരുപാട് പ്രവർത്തകർ ഡൽഹിയിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. സന്ദീപ് ദീക്ഷിതിന് സ്വാഭാവികമായും കൂടുതലുണ്ടാവും. അദ്ദേഹത്തിന്റെ മാതാവിനെ അത്രയധികം അഴിമതിക്കാരിയായി ചിത്രീകരിച്ചാൽ കൂടുതൽ രോഷം ഉണ്ടാവും. അതിലൊന്നും നമുക്ക് തെറ്റ് കാണാൻ കഴിയില്ല. പക്ഷെ പാച്ചപ്പ് ചെയ്യാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളും പാച്ചപ്പ് ചെയ്ത് തന്നെയാണല്ലോ ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചതും ഒന്നിച്ച് മത്സരിച്ചതും നേരിട്ട് അന്യോന്യം മത്സരിച്ചതും ഒക്കെ ഞങ്ങൾ പൊതുവായി എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മറ്റൊരാൾക്ക് സ്പേസ് കൊടുക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭംഗ്യന്തരേണ ഗോപാലകൃഷ്ണൻ BJP പ്രതിനിധി പറഞ്ഞു വെച്ച അവർ അഴിമതിക്കാരല്ല, ഞങ്ങളെല്ലാവരും അഴിമതിക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, 10 വർഷക്കാലം ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്ത സമീപനം നിങ്ങളൊന്ന് പരിശോധിക്കും. ഞങ്ങളുടെ ഗവൺമെന്റിനായി ഇല്ലാത്തൊരു ഊഹ കച്ചവടം പറഞ്ഞ് പരാതിയും ആക്ഷേപവും ഉണ്ടായപ്പോൾ സ്വന്തം ക്യാബിനറ്റ്, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റാണ്. പരസഹായത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നണി സംവിധാനം, ഇന്ന് നരേന്ദ്രമോദി ഇരിക്കുന്നത് പോലെ തന്നെ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. ആ ഗവൺമെന്റിൽ സഖ്യകക്ഷികൾക്കെതിരെ നിലപാടെടുത്താൽ ഒരു ഗവൺമെന്റ് തകരുമെന്ന് അറിയാത്ത ആളല്ലല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗും കോൺഗ്രസ് പാർട്ടിയും. ആണോ? ഞങ്ങളുടെ പാർട്ടിയുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ, ഞങ്ങളുടെ മുന്നണിയുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ആ ഗവൺമെന്റിന് ശക്തി പകരുന്ന, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് DMK. ആ DMKയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കനിമൊഴി മേരാജയും. അവർക്കെതിരെ ഇല്ലാത്ത കേസ് കുത്തിപ്പൊക്കി ഉണ്ടാക്കി കേസുണ്ടെന്ന് വരുത്തി തീർത്ത് പരാതി വന്നപ്പോൾ അത് അന്വേഷിച്ച് കേസെടുത്ത് അവരെ മന്ത്രിസഭയിൽ ഇരിക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പാരമ്പര്യമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനും കോൺഗ്രസ് പാർട്ടിക്കും ഉള്ളത്. അങ്ങനെ ഒരു ആർജവം, നട്ടല് നമ്മൾ പറയത്തില്ലേ, നല്ല രീതി പിറക്കണമെന്ന് പറയത്തില്ലേ, അങ്ങനെ പിറക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ മന്ത്രിസഭയിൽ ഉണ്ടോ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റിൽ കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഒഴിവാക്കി പോകുന്നതാണ്. മാധു, ഞാൻ പറയുന്നൊന്ന് പൂർത്തിയാക്കി, എന്നിട്ട് നിങ്ങൾ എന്നെ വിമർശിക്കുക. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞല്ലോ അഴിമതിക്കെതിരെ സംസാരിക്കാൻ. അഴിമതി ഉണ്ടോ? അഴിമതി ഇല്ലാത്ത ആൾരൂപമാണെന്നൊക്കെ ഇവിടെ പ്രകീർത്തിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിലെ അതായത് ഒന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിലെ ആദ്യത്തെ അഴിമതിക്കാരനായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന പെട്രോളിയം വകുപ്പ് മന്ത്രി. അറിയാവോ? ഡെമ്മി ഡ്രില്ലിങ്ങിന്റെ പേരിൽ കോടാനുകോടി അടിച്ചു മാറ്റിയത് തൊട്ട് ഇങ്ങോട്ട് ഓരോ ഇടപാടുകളിലും ഇവർ നടത്തിയിട്ടുള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്വേഷിക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കാൻ തന്നെ കാണിച്ചല്ലോ. അവരെ വിചാരണ ചെയ്യാൻ നടപടി സ്വീകരിച്ചല്ലോ. അവരെ ജയിലിലടക്കാൻ നടപടി സ്വീകരിച്ചല്ലോ. ഒന്ന് അന്വേഷിക്കാൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ അകത്ത്
കൃത്യമായ ബോധ്യത്തോടുകൂടി തെളിവുകൾ സഹിതം ഉന്നയിച്ചിട്ട് ഒരു കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ഗവൺമെന്റ്? ശ്രീ അനിൽ ബോസ്, നമ്മൾ അഴിമതിക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു സമാന മനസ്കത ഉണ്ടാകണം. ഒരു സർക്കാരിലൊരു മന്ത്രി അഴിമതി കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ആ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ സർക്കാരിൽ അധികാരത്തിലിരിക്കുന്ന മന്ത്രി ആ അഴിമതി കാണിക്കാതിരിക്കുക എന്നത് കൂടി പ്രാഥമികമായ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. മാധു, ഒരാക്ഷേപം ഉയർന്നു വരുന്നു. ആക്ഷേപം ഉയർന്നു വന്നാൽ ഉടനെ തന്നെ മന്ത്രിയെ എടുത്ത് പുറത്താക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് അന്വേഷിക്കാൻ പറയുന്നു. പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്യും, അന്വേഷിക്കും. അന്വേഷിക്കുമ്പോൾ സ്വന്തം മന്ത്രിസഭ തകരും, ആ ഘടകകക്ഷി പിന്തുണ പിൻവലിച്ചാൽ ഗവൺമെന്റ് തകരും എന്നിരിക്കെ ഗവൺമെന്റ് തകർന്നാലും സാരമില്ല എന്ന ഉദാത്ത മാതൃക കാണിച്ചുകൊണ്ട് കൂടെയുള്ള മന്ത്രിമാർക്കെതിരെ കേസെടുക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്തത് ശരി. പക്ഷെ അഴിമതി കാണിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വമാണെന്നേ. അല്ലാതെ അഴിമതി കാണിച്ച മന്ത്രി ജയിലിലടക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. ശരിയല്ലല്ലോ മാധു, തെറ്റായ വ്യാഖ്യാനം കൊടുക്കരുത്. അല്ലല്ലോ, അത് തെറ്റായ വ്യാഖ്യാനം. സർക്കാരിലൊരു മന്ത്രി അഴിമതി കാണിച്ച് അറസ്റ്റിലാവുകയാണെങ്കിൽ ആ സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്, മന്ത്രിയുടെ മാത്രമായ ഉത്തരവാദിത്തമല്ല. ഞാൻ പറഞ്ഞു തീരട്ടെന്ന് തോക്കിൽ കയറി വെടിവെക്കാതെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കാലത്തുണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? കേസ് അന്വേഷിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങൾ എന്ത് പറയും? അന്വേഷിച്ച മന്ത്രിമാരെ വെറുതെ വിടാൻ, അവരെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അപ്പൊ പരാതി വരുന്നു, പരാതി അന്വേഷിക്കുന്നു, ആക്ഷേപം ഉണ്ടെന്ന് ഉള്ള തെളിവുകൾ വരട്ടെ, അതിനെ വിശദമായിട്ട് അന്വേഷിച്ച് കുറ്റക്കാരെങ്കിൽ കയ്യാമം വെക്കട്ടെ എന്ന സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചത് തെറ്റാണോ? ഇവിടെ എന്റെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൂടെയുള്ള മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്താൽ ഒരു ഗവൺമെന്റ് തകരുമെന്ന ബോധ്യമുണ്ടായിട്ടും അതിന് നടപടി സ്വീകരിച്ചു. ഞങ്ങളുടെ ഗവൺമെന്റ് പോയി 10 വർഷവും കഴിഞ്ഞ് 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്. ഈ മന്ത്രിമാരെ എന്താ ചെയ്തത്? ഈ മന്ത്രിമാരായി ഞങ്ങൾക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെങ്കിൽ അവരെ കൽത്തുറങ്കിൽ അടയ്ക്കണ്ടേ? അടച്ചോ? ഈ 11 വർഷക്കാലത്തിനിടെ നല്ല നടത്തിപ്പിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും എന്ന ബോധ്യമാണ് അതൊക്കെ വലിയ കാര്യമായി അങ്ങ് അവകാശപ്പെടുന്നു. അങ്ങനെ സ്വാഭാവികമായും രാഷ്ട്രീയമായ അങ്ങയുടെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യാം. ഇനി ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ട് ഞങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തു പറയും? അങ്ങനെ അന്വേഷിക്കാതിരിക്കാൻ കഴിയുമോ? ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തു പറയും? അങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയും? ഇത് നിയമവ്യവസ്ഥ നിലവിലുള്ള നാടാണ്. അങ്ങനെ അന്വേഷിക്കാതിരിക്കാനോ കേസെടുക്കാതിരിക്കാനോ ഒന്നും കഴിയില്ല. അതൊന്നും ഒരു സർക്കാരിന്റെയും ഒരു അധികാര കേന്ദ്രത്തിന്റെയും ഔദാര്യമല്ല. അതൊക്കെ ഇവിടുത്തെ നിയമവ്യവസ്ഥ പൗരന് ഉറപ്പ് നൽകുന്ന സംരക്ഷണത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. ഔദാര്യമല്ല എന്ന് ഞാൻ പറയുകയാണ് ചെയ്തത്. ഔദാര്യമാണെന്ന് അങ്ങ് പറയുകയല്ല ചെയ്തത്. ഒരു സർക്കാരിൽ ഒരു മന്ത്രി അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ അടയ്ക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം, ശരി. പക്ഷെ അങ്ങനെ അഴിമതി കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തത്തിൽ പെട്ടതാണ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വേണമെങ്കിൽ ഒരു സെക്കൻഡ് അധികാര കസേര ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷമില്ലാത്ത ഒരു മുന്നണിയുടെ പ്രധാനമന്ത്രിക്ക് അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാൻ നിന്നു കൊടുക്കാമായിരുന്നു. ഞങ്ങൾ നിന്നില്ല എന്നാ പറഞ്ഞത്. നിന്നു കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനക്കുറവ് കൊണ്ട് പറയുന്നതാണ് ശ്രീ അനിൽ ബോസ്. അങ്ങനെ നിന്നു കൊടുക്കാൻ കഴിയില്ലെന്നേ. അല്ല, ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കൂ. ഒരു ഗവൺമെന്റിന് ഭൂരിപക്ഷമില്ല എന്ന ബോധ്യമുണ്ടായിരിക്കെ ഗവൺമെന്റ് തകർന്നാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കാൻ, നിയമവ്യവസ്ഥ പാലിക്കാൻ തയ്യാറായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു വശത്ത്, തന്റെ ഗവൺമെന്റിനെതിരെ ആര് ആരോപണം ഉന്നയിച്ചാലും അത് അന്വേഷിക്കുന്നത് തീരുമാനിക്കുന്ന നരേന്ദ്രമോദി മറുവശത്ത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ശരി, അല്ല അത് അങ്ങ് പറയും. അതിനെപ്പറ്റി ഞാനല്ല പറയേണ്ടത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ്, ഞാനല്ല പറയേണ്ടത്. ബി ഗോപാലകൃഷ്ണനാണ് പറയേണ്ടത്. അപ്പൊ പറഞ്ഞതിൽ എനിക്കുള്ള സംശയങ്ങൾ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ശ്രീ അനിൽ ബോസിനോട് ക്ഷമിക്കണം, ഞാൻ ഇടപെടുകയാണ്. ദീർഘമായിരുന്നു ഇടവേള. ഇടവേള. ശ്രീ സാജു കണ്ണന്തറ, ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ഇനി എന്താണുള്ളത്? ഡൽഹി കൈവിട്ടു പോയിരിക്കുന്നു. പഞ്ചാബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വാർത്തകൾ അത്ര പ്രത്യാശ വെക്കാൻ കഴിയുന്ന ഒന്നല്ല. അവിടെ 20ഓളം MLA-മാർ വിട്ടുപോകാൻ തയ്യാറാണ് എന്ന അവകാശവാദം മറ്റുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. പഞ്ചാബ് ഒരു അനിവാര്യമായ പ്രതിസന്ധിയിലേക്ക് കൂടി പോവുകയാണോ? ആം ആദ്മി പാർട്ടിക്ക് വേരുള്ളിടത്തെല്ലാം മണ്ണിളകുന്നുണ്ടോ? ആം ആദ്മി പാർട്ടി ഇപ്പോഴും ശക്തമായ ഒരു സ്വാധീനമായിട്ട് തന്നെ ഡൽഹിയിലുണ്ട്. 43.5% വോട്ട് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി,
ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ തുടരും എന്ന ഉറപ്പിന്മേൽ മാത്രമാണ് ഡൽഹിയിലെ ജനങ്ങൾ BJPക്ക് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നടപടികൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ വ്യക്തമായ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനക്ഷേമ പദ്ധതികൾ തുടരണം എന്നുള്ള ആവശ്യവുമായിട്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം നിരവധി സമരങ്ങളുമായിട്ടാണ് ആം ആദ്മി പാർട്ടി ഈ ഒരു തലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ജനക്ഷേമമാണ് ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യം. ഏതെങ്കിലും പ്രത്യയശാസ്ത്രം മുന്നിൽ കണ്ടുകൊണ്ടൊന്നുമല്ല ആം ആദ്മി പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്ന ഒരു തീരുമാനം BJP എടുത്താൽ അത് BJPയുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കും. കാരണം അവരെന്ത് വാഗ്ദാനം ചെയ്തുകൊണ്ടാണോ ഡൽഹിയിൽ ഭരണത്തിലെത്തിയത് അത് അവർ തുടരാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. അപ്പം അതുകൊണ്ട് ഒരു കാവൽ പട്ടികളായിട്ട് തന്നെ ആം ആദ്മി പാർട്ടി അവിടെ ഉണ്ടായിരിക്കും. എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ആം ആദ്മി പാർട്ടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഈ 2% വോട്ട് കൂടുതൽ നേടി ഈ 48 സീറ്റുമായിട്ട് BJP ഭരണത്തിലെത്തി എന്ന ഒരു അഹങ്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആം ആദ്മി പാർട്ടി ശക്തമായിട്ട് തന്നെ ഡൽഹിയിൽ ഉണ്ട്. പിന്നെ ഇപ്പോൾ പഞ്ചാബിൻ്റെ കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തൊരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് പലതരത്തിലുള്ള കഥകളൊക്കെ ഇങ്ങനെ മെനയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പഞ്ചാബിൽ നിന്ന് 20 MLA-മാർ മാറി ചിന്തിക്കുന്നു എന്നുള്ള കഥകളൊക്കെ ഇങ്ങ് രംഗത്തേക്ക് വരുന്നത്. അപ്പം അതിനൊന്നും യാതൊരു യാഥാർത്ഥ്യവുമായിട്ട് അതിന് യാതൊരു യാഥാർത്ഥ്യമല്ല എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഈ 12 വർഷത്തിന് ശേഷം ഡൽഹിയിൽ പരാജയപ്പെട്ടു എന്നത് അത് ആത്യന്തികമായ ഒരു പരാജയമായിട്ടൊന്നും ആരും കണക്കാക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും. ഈ പരാജയപ്പെട്ട സമയത്ത് നമുക്കറിയാം, ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് അധികാരം ലഭിച്ചത്. ഒരുപക്ഷെ ഈ ഒരു പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വരും. അത് ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ശക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ പ്രാണിയുള്ള ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടിയുടെ വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ബാലഗോപാൽ, ഇപ്പോ അങ്ങ് പറഞ്ഞു തുടക്കത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 4 വർഷം ഡൽഹിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇലക്ട്രിസിറ്റി ചാർജിലാകട്ടെ, വെള്ളക്കരത്തിലാകട്ടെ, ബസ് ഫെയറിലാകട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഒരിക്കലും പ്രാവർത്തികമാകില്ല, പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങും എന്ന് വിചാരിച്ച പല കാര്യങ്ങൾ യാഥാർത്ഥ്യമായി. മന്ത്രവടിയൊന്നുമില്ല എൻ്റെ കയ്യിൽ എന്ന് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നു അരവിന്ദ് കെജ്രിവാളെങ്കിലും ഏറെക്കുറെ ഒരു മന്ത്രവടി വീശിയോ എന്ന് തോന്നൽ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ പിന്നീട് അതൊരു ശീലമായി മാറുകയാണ് ജനതയുടെ. അതായത് അതൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ല, ഞങ്ങൾ ഇതൊക്കെ ഒരു അവകാശം പോലെ അനുഭവിക്കുകയാണ് എന്നൊരു സാഹചര്യം. അവിടെയാണ് പുതിയ പദ്ധതികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു ചിന്ത പോലും പരാതി പോലും ഉണ്ടാകുന്നത്. അങ്ങനെ ഈ അവകാശങ്ങൾ, ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ ശീലമായി പോയ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വീണ്ടും അധികാരത്തിൽ വരുന്നൊരു സർക്കാരിന് സ്വാഭാവികമായും വലിയൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ സമരഭരിതമായ ഒരു പശ്ചാത്തലം ഉണ്ട് ആം ആദ്മിക്ക് എങ്കിൽ ഡൽഹി ആം ആദ്മി BJP സമര സംഘർഷങ്ങൾക്ക് വേദിയാകാൻ പോവുകയാണോ? മാധു, തീർച്ചയായും പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഇപ്പോൾ നടക്കുന്ന പദ്ധതികളും അതുപോലെ തന്നെ ഇനി പുതുതായി പറഞ്ഞിരിക്കുന്ന പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മുന്നോട്ട് ഈ അവരുടെ പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളും ഒക്കെ നടപ്പാക്കുക എന്നത് പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഇന്ന് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു മോദിക്ക് ഗ്യാരണ്ടിയാണ്. തീർച്ചയായും അത് ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഡൽഹി രാഷ്ട്രീയം എങ്ങനെയായിരിക്കുമെന്നത് വളരെ അല്പം കൗതുകത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമായിരിക്കും.
മുഖ്യ പ്രതിപക്ഷം ആകുവാൻ വേണ്ടി സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനൊരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത തേടിക്കൊണ്ട് അവരും ഈ ഒരു സമര പദത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസിന് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 2% വോട്ടിന്റെ വർധനമുണ്ടായിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഡൽഹിയിലെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ ആം ആദ്മി പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഡൽഹിയിൽ വീണ്ടും ഒരു BJP കോൺഗ്രസ് പോര് അല്ലെങ്കിൽ ഒരു ബൈപോളാർ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് വരാൻ എന്നുള്ള ഒരു ആശയമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ആം ആദ്മി പാർട്ടി നമുക്ക് അത്ര പെട്ടെന്നൊന്നും എഴുതി തള്ളാൻ വേണ്ടി കഴിയില്ല. BJP സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ഒരു ട്രയാങ്കുലർ ഒരു സിസ്റ്റം ഡൽഹിയിൽ ഉണ്ടാകണമെന്നതായിരിക്കും. കാരണം ഇന്ന് പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി, ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ CNDG റിപ്പോർട്ട്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ സംബന്ധിച്ചുള്ള CNDG റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. ആരൊക്കെ ഈ അഴിമതി നടത്തിയിട്ടുണ്ടോ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ അതിലൂടെ പ്രധാനമന്ത്രിയും BJP ഒക്കെ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ഒരു ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ അവർ നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ ഒരു വാക്യൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ സ്പേസിലേക്ക് കോൺഗ്രസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലെ ഒരു സിറ്റുവേഷൻ, അതായത് 3 പാർട്ടികൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഈ 2 പാർട്ടികളും ഈ പ്രതിപക്ഷത്തെ ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ സ്വാഭാവികമായും നടത്തും. അതുകൊണ്ട് തന്നെ ഡൽഹി രാഷ്ട്രീയം അല്പസ്വല്പം കലുഷിതമായിട്ടൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ പുരോഗമിക്കുക എന്നാണ് എൻ്റെ ഒരു അനുമാനം. ശരി, ഒരു 30 സെക്കൻഡാണ് ബാക്കിയുള്ളത്. എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ? സത്യപ്രതിജ്ഞയുടെ കാര്യം പറയാം. അതിനു മുമ്പ് എനിക്ക് അനിൽ ബോസിനോട് ഒരു നന്ദി പറയാനുണ്ട്. കാരണം മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ ഒരു അഴിമതിയുടെ മന്ത്രിസഭയാണ് എന്ന് പരസ്യമായി ഈ വേദിയിൽ അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ നന്ദി അദ്ദേഹത്തിന് ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഏതെങ്കിലും മന്ത്രിമാരുടെ പേരിൽ അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതി രംഗത്ത് കൊണ്ടുവരാനുള്ള എല്ലാ പ്രാപ്തിയും കോൺഗ്രസിനുണ്ട്. നിങ്ങൾ റഫേലിൻ്റെ കാര്യം പറഞ്ഞു, മറ്റു പലതും പറഞ്ഞു, ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതി ഇല്ലാതാക്കണം. അഴിമതിരഹിത ഭരണമാണ് BJP ഭരണം, അഴിമതിരഹിത ഭരണമാണ് നരേന്ദ്രമോദിയുടെ ഭരണം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് അണികളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയും ചെയ്തത്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കാണുമ്പോൾ അത് പ്രതിപക്ഷത്തിന് മേലൊരു വലിയ ആധിപത്യം നൽകുന്ന വിജയമാണ് എന്ന് BJP വിചാരിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്, പ്രേക്ഷകർക്കും.